ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾപ്പാൻ കർത്താവ് ഈ അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊന്നും നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും കർത്താവിന്റെ വേലക്കാരായി കടന്നു പോകണം. ഒരൊറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ പോകരുത്. പ്രാവർത്തികമാക്കാൻ വയ്യാത്തതൊന്നും ഈ മോഡൽസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിന്റെ ഒരു വേലക്കാരായി തീരുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ഗൾഫിഷ് ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള നമുക്ക് ഹൗ ടു ബി ആൻ ഇവാഞ്ചലിസ്റ്റ്, കർത്താവിന്റെ വേല എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വിഷയം. ഇന്നത്തെ നമ്മുടെ വിഷയം വിഷൻ 2012 അല്ലേ? 2012 തീരാറായി. ദിസ് ഇസ് വിഷൻ 2012 ബട്ട് ദിസ് ഇസ് ഫോർ 2030. ഇന്ന് മുതൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. 2013 നമ്മുടെ കർത്താവിന്റെ ഒരു താമസമെങ്കിലേ കർത്താവിന് വേണ്ടി ഒരു പിടി ആത്മാക്കളെ നേടുവാൻ പകൽക്കാലം കർത്താവ് നമുക്കിടയാകട്ടെ. വാട്ട് ഈസ് വിഷൻ? വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിഷനുണ്ട്. സ്തോത്രം. വിഷൻ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഏത് കമ്പനി എടുത്തെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. there is a vision and mission. സ്തോത്രം അല്ലേ? ഏത് കമ്പനിയെ നമ്മൾ എടുത്താലും അവർക്കെല്ലാം അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലേ? എല്ലാവരും പറഞ്ഞിട്ട് വിഷൻ. എന്നോട് പറഞ്ഞ എന്റെ വിഷൻ ഞാൻ പറയട്ടെ, എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരെ കർത്താവിന് വേണ്ടി ഒരുക്കുക, കുറച്ചുപേരെ ക്രിസ്തുവിന് വേണ്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല എന്റെ വിഷൻ. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കുറച്ചുപേരെ ഒരുക്കാനായിട്ട് ചില ആൾക്കാരെ ഒരുക്കിയെടുക്കുക. That is my vision. Maybe through education or co-education, whatever maybe. But ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷനും അത് തന്നെയായിരിക്കട്ടെ. എന്നാലേ വിഷനേക്കാൾ ഉപരി നമുക്ക് ലഭിച്ചിരിക്കുന്നത് that is called heavenly vision. സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷനെ അല്ലെങ്കിൽ കേവലം ഒരു വിഷൻ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ദർശനമാണ് നമുക്ക് ലഭിച്ചത്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പ്രീഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. കർത്താവ് മുന്നമേ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ണുനീരിന്റെ പ്രവാചകനായ യെരമ്യാ പ്രവാചകന് തന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. എന്തുവാ? ബിഫോർ formed in the belly I knew thee, and before you came forth out of the womb I sanctified thee, and ordained you as a prophet for the nation. ദൈവം യെരമ്യാവിനോട് പറയുക, യെരമ്യാവ് പറയുകയാണ്, കർത്താവേ ഞാൻ ജനിച്ചത് ഒരു മിക്കനായിട്ടൊക്കെയാണ്. യെരമ്യാവിനോട് ദൈവം പറയുകയാണ്, യെരമ്യാവേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, സ്തോത്രം, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. യെരമ്യാവിനും യെശയ്യാവിനും എല്ലാം ഇത് പറയാൻ കഴിയും. അല്ലെങ്കിൽ സ്തോത്രം. യെരമ്യാവിനോട് പറയുക, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ കണ്ടു, നിന്നെ അറിഞ്ഞു. എന്നിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിനക്ക് ജാതികളൊക്കെ നിന്നെ ഒരു പ്രവാചകനാക്കി ഞാൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പും ഓർഡിനേഷനും എവിടെ വെച്ച് നമ്മളെ കഴിഞ്ഞിരിക്കുകയാണ്? പറഞ്ഞേ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു, നമുക്ക് ഓർഡിനേഷൻ തന്നിരിക്കുകയാണ്. മനസ്സിലാക്കണം. യെശയ്യാവ് പറഞ്ഞു, യെശയ്യാവിനെ നമ്മൾ കാണുന്നുണ്ട്, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം നമുക്കറിയാം. ഇതുകൊണ്ട് ഉസിയാ രാജാവിന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, ഉസിയാ രാജാവിന്റെ മരണം ഒരു ദാരുണ മരണമാണ്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം? ഉസിയാ രാജാവ് സാധാരണ രാജാക്കന്മാരെ പോലല്ല മരിച്ചത്. ദൈവത്തിന്റെ പുരോഹിതനെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പുരോഹിതന് എതിരെ താൻ ധൂപപീഠത്തിൽ കയറി ധൂപാർച്ചന നടത്തിയപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഉസിയാവേ നീ രാജാവാ, ഇത് പുരോഹിതൻ ചെയ്യേണ്ടിയ ശുശ്രൂഷയാണ്. ഇത് പറഞ്ഞപ്പോൾ രാജാവ് പുരോഹിതനെ പിടിക്കാനായി കരം നീട്ടിയപ്പോൾ അവൻ കുഷ്ഠരോഗിയായി തീർന്നു. സാധാരണ രാജാക്കന്മാർ മരിച്ചതുപോലെ ഒരു റോയൽ ഡെത്ത് അല്ല ഉസിയായ്ക്ക് കിട്ടിയത്. ഉസിയായി എപ്പോഴും കൊട്ടാരത്തിൽ അവർ പുറത്താക്കി ജനം കുഷ്ഠരോഗികൾക്കുള്ള ലെപ്രസി സാനിറ്റോറിയത്തിൽ കൊണ്ടാക്കി അവിടെ കിടന്നാണ് ഉസിയാവ് മരിച്ചത്. ഇത് ജനത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ യെശയ്യാ പ്രവചനത്തിൽ എപ്രകാരം പറഞ്ഞു, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ
ഞാനൊരു ദർശനം കണ്ടു. എന്താ ദർശനം? ദൈവം ഉയർന്ന പൊങ്ങി വെക്കിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവിടെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി യെശയ്യാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം യെശയ്യാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ യെശയ്യാവിനോട് പറഞ്ഞതെന്നറിയാമോ? യെശയ്യാവേ, അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ എന്റെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ തിരഞ്ഞെടുത്തു. എന്നെ യെശയ്യാവ് എന്ന പേര് അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്റെ കർത്താവ് ഇട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഓരോ സിസ്റ്റേഴ്സിനോടും ഓരോ ബ്രദേഴ്സിനോടും എൻ്റെ കൊച്ചു സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, വി ആർ ചോസൺ പീപ്പിൾ. നമ്മളെ എന്ന് തിരഞ്ഞെടുത്തു? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ കർത്താവ് എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു, എനിക്ക് ഓർഡിനേഷൻ തന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതാണ് യെരമ്യാ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ്? God separated me from my mother's womb and called me by his grace. കർത്താവ് തന്റെ കൃപയാൽ എന്നെ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ തിരഞ്ഞെടുത്തു. ദമസ്കോസിന്റെ പടിവാതിക്കലിലൂടെ ഹല്ലേലൂയ കുതിരയുടെ പുറത്ത് കയറി ഹല്ലേലൂയ സേവകരുമായിട്ടൊക്കെ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഒരു പൗലോസിനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ തിരഞ്ഞെടുത്തത് ദമസ്കോസിൽ വെച്ചാണ്. പക്ഷെങ്കിൽ പൗലോസ് ദർശനത്തിൽ ഒരു കാര്യം കണ്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൽ നിന്ന് പ്രാപിച്ച ചില വസ്തുക്കൾ ദൈവം കർത്താവ് അവന് പ്രത്യക്ഷനായി പൗലോസിന് നൽകിക്കൊടുത്തപ്പോൾ പൗലോസിനോട് പറയാണ്, പൗലോസേ, നിന്റെ തെരഞ്ഞെടുപ്പ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ല, അതൊരു ദർശനമാണ്, വിഷനാണ്. നിന്റെ തെരഞ്ഞെടുപ്പ് നടന്നറിയാമോ? നിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് സ്തോത്രം ഹല്ലേലൂയ നിന്നെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് തെരഞ്ഞെടുത്തത് അനേകം നാളുകൾക്ക് മുന്നമേ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അത് മറ്റൊന്നും വെച്ചല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ തെരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തുതയ്ക്ക് ഏതെങ്കിലും പദവിക്ക് ആരെങ്കിലും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് പറയാനൊക്കെ എന്നെ പിടിക്കാൻ. പക്ഷെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവാക്കുന്നതിന് മുന്നമേ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവർ മാത്രമാണ് ഇന്ന് ഹോളിൽ വന്നിരിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, ഈ സത്യം ഇതിന്റെ വാമർ അഴിച്ച് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ വന്നതുപോലെ നമുക്ക് മടങ്ങി പോകാനൊക്കത്തില്ല. ഈ സത്യം മനസ്സിലാക്കിയ പോകാം. എന്നെ ദൈവം തെരഞ്ഞെടുത്തു. God chosen me from my mother's womb. Praise the Lord. എന്റെ അമ്മയുടെ ഉദരത്തിൽ, from the belly of my mom, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ മറ്റാരെയും അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ഈ ലോകത്തിൽ ദൈവം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തെ ചിലരെ തെരഞ്ഞെടുക്കുന്നത് ആ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഉദരത്തിൽ. Then what is vision? ഇനി പറയുന്നത് വിഷൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ശ്രദ്ധിക്കണമേ. നമ്മളെ ദൈവം മനസ്സിലാക്കി തരുന്ന പ്രോസസ്സിനാണ് ഹെവൻലി വിഷൻ എന്ന് പറയുന്നത്. ദൈവം ഒരു ട്രൂത്ത് അഥവാ നമ്മളെ കുറിച്ചുള്ള ഒരു വലിയ സത്യം, ഒരു സങ്കല്പം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനാണ് വിഷൻ എന്ന് പറയുന്നത്. ആ വിഷൻ പ്രാപിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിഷൻ എന്തുവാണ്? വിഷന്റെ അകത്ത് പ്രധാനമായിട്ട് ചില കാര്യങ്ങളുണ്ട്. യെരമ്യായെ കുറിച്ച് നമ്മൾ കണ്ടു. യെരമ്യാ പറയുന്നു, ഞാൻ എന്തോ കേട്ടു, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വിരൽ കൊണ്ട് അവൻ എന്റെ വായെ തൊട്ടു. മനസ്സിലായി? ദാറ്റ് ഈസ് ദ വിഷൻ. യെശയ്യാവിനോട് ചോദിച്ചാൽ യെശയ്യാവ് എന്ത് പറയും? യെശയ്യാവ് എന്ത് പറയും? ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തില് ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിലെ സകല സൈന്യങ്ങളും ദൈവത്തെ ആരാധിക്കുന്നു. സറാപ്പുകൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നു? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്താ പരിശുദ്ധൻ 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 എന്നൊക്കെ പറഞ്ഞാല് എന്തുവാ? നമ്മൾ പറയാറുണ്ട് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? ഗ്രീക്കിലെ അഥവാ യഹൂദന്മാര് ഇപ്പൊ സ്തോത്രം എന്നോട് ഇപ്പൊ പറയുവാണ്,
ഇത് നല്ല സാധനമാണെന്ന് പറഞ്ഞാൽ അവരെ ഗുഡ് ബെറ്റർ ബെസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. അവരെന്താ പറയുന്നത് അറിയാമോ? ഗുഡ് ഗുഡ് ഗുഡ്. ഇതാണ് സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാല് സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ, ഹോളി 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 3 times പറഞ്ഞാല് അതിന്റെ അപ്പുറത്ത് വേറൊരു ഹോളി ഇല്ല, അല്ലേ? നമ്മൾ ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്ന സൂപ്പർലേറ്റീവ് ലാംഗ്വേജ് ആണ്, സ്തോത്രം, ഡിഗ്രിയാണ് സ്തോത്രം. അതിനപ്പുറത്ത് വേറൊരു ഹോളി ഇല്ല. അപ്പോൾ ആ ദർശനം ഞാൻ കണ്ടു. കാണുക മാത്രമല്ല, പിന്നെ എന്തോ ചെയ്തു? ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സറാഫ് പെട്ടെന്ന് കടന്നു പോയിട്ട് സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്നും ഒരു കൊടില് കൊണ്ട് എന്ത് ചെയ്തു? ഒരു കോൾ എടുത്തുകൊണ്ട് വന്ന് തൊടുവിച്ചു. അത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു. എന്തുവാ? സറാഫുകളുടെ ശബ്ദം ഞാൻ കേട്ടു. എന്തുവാ? ഞാൻ ആരെ അയക്കേണ്ടു? ഞാൻ കണ്ടു. എന്തുവാ? ദൈവം ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. മോശയ്ക്ക് ദർശനം കൊടുത്തത് എങ്ങനെയാ? മോശയെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ചാൽ തെരഞ്ഞെടുത്തതാ. അതുകൊണ്ടാണല്ലോ മോശ ജനിക്കാറായപ്പോ നിയമങ്ങളെല്ലാം മാറ്റി എഴുതി മോശയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അല്ലെങ്കിൽ പലതുണ്ടാക്കി. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി, പ്രത്യേകമായി വാട്ടർ പ്രൂഫ് അത് ചെയ്തു. വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് കുഞ്ഞിനെ നയനത്തിൽ ഒഴുക്കിയപ്പോഴും ആരും തൊടാതെ കുഞ്ഞിനെ സൂക്ഷിച്ചത് ഉദരത്തിൽ വെച്ച് തെരഞ്ഞെടുത്ത അതേ ദൈവത്തിന്റെ കരമാണ്. അപ്പോൾ എന്റെയും നിന്റെയും എല്ലാം തെരഞ്ഞെടുപ്പ് നടന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അത് ചെയ്യാതെ പോയാൽ നമ്മൾ കുറ്റക്കാരാണ്. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും നടന്നു. അതിന് എല്ലാം പിൻപിൽ ഒരു കാഴ്ചയുമുണ്ട്, ഒരു കേൾവിയുമുണ്ട്. നമുക്ക് കാണാം, ഇറാഖിലെ ദൈവജനത്തെ അടിമകളാക്കി കൊണ്ടുപോയിട്ടേക്കുക. ഇവിടുത്തെ ഒരു പ്രധാന നദിയാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അതിന്റെ ശാഖയാണ് കേബാർ നദി. കേബാർ നദിയുടെ തീരത്ത് ഇവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു. അവനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവന് എന്തൊക്കെയോ, അവന്റെ അപ്പനൊരു പുരോഹിതനായതുകൊണ്ട് അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ദൈവത്തിന്റെ വേലയെ കുറിച്ച് ഒരു തീഷ്ണത ഉണ്ടായിരുന്നു. സംഘത്തിൽക്കാരൻ പറഞ്ഞിരിക്കുന്നു, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങളിരുന്നു, ഞങ്ങളുടെ കിന്നിരകളെയൊക്കെ തൂക്കി. ഇവരൊക്കെ പറയാ ഇനി മടങ്ങിപ്പോക്കൊന്നുമില്ല, എല്ലാ പരിപാടിയും തീർന്നു, നമുക്ക് ഇവിടെ ജീവിച്ച് കളയാൻ. ഇന്നും പല വിശ്വാസികളും അങ്ങനെയാണ്. ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുക, നിനക്കൊരു മടങ്ങിപ്പോക്കുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരനുണ്ട്, കൊച്ചു പയ്യനാണ്. ഇവനെ പിടിച്ചോണ്ട് വന്ന ബാബേൽ നദിയുടെ തീരത്ത് ഇവൻ വളർന്നു. സ്തോത്രം. അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചു. ഹല്ലേലൂയ, കൃപയിൽ ഇവൻ വളർന്നു വന്നു. അവൻ അവിടെ കാണുന്നു, 1-ാം അധ്യായം എസെക്കിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു, ഹല്ലേലൂയ, സ്വർഗം തുറന്നിരിക്കുന്ന ഒരു ദർശനം അവൻ കാണുകയാണ്. പാട്ട് പാടാത്തവരുടെ മധ്യത്തില്, പ്രാർത്ഥിക്കാത്തവരുടെ മധ്യത്തില് ഹല്ലേലൂയ ഒരു ദർശനം കാണുകയാണ്. എന്തുവാ? ദൈവത്തിന്റെ വലിയ ദർശനം കാണുക, സൈന്യങ്ങളുടെ യഹോവയുടെ ദർശനം കാണുക, കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം അവൻ കാണുകയും ചെയ്തു. ദൈവം അവനോട് പറയുന്നത് അവൻ കേൾക്കുകയും ചെയ്തു. ശൗലിന്റെ ദർശനം അത് തന്നെയാ. ശൗല് പെട്ടെന്ന് ഒരു മിന്നൽ കണ്ടു, പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്ന എന്ത്? പെട്ടെന്ന് ശൗല് ചോദിക്കാം, ഓ ഗോഡ്, നീ എവിടെയാ, നീ ആരാ? എന്താ പറഞ്ഞു? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാ ഞാൻ. ഹല്ലേലൂയ. ഇതിന്റെ കാഴ്ച എന്ന് പറഞ്ഞാല് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നിന്ന് നോക്കിയാൽ, സ്ട്രെയിറ്റ് നോക്കിയാൽ, എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് അൽവാദ സ്ട്രീറ്റിന്റെ മിഡിൽ വരെ എനിക്ക് കാണാം. അവിടെ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഒരു ബിലീവർ, ഹല്ലേലൂയ, നിങ്ങൾ ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സി നമ്മുടെ ആ ബ്രദറിൽ വരുന്നത് ഇതിലും തീഷ്ണതയുള്ള നോട്ടമായിരുന്നു ശൗലിന്റെ നോട്ടം. അതിന്റെ അപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ ശൗൽ ഓടിപ്പോയി ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ പിടിക്കുന്നത് പോലെ അവനെ പിടിക്കുന്നു. അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, പിടിച്ചിട്ട് അവരെ രാജാവിന്റെ ഹല്ലേലൂയ, സ്തോത്രം മുൻപിൽ കൊണ്ടുപോകും. ഇതിനുള്ള അധികാരപത്രം മേടിച്ചു. പക്ഷെങ്കിലേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്താ സംഭവിച്ചു? ആ കണ്ണിന്റെ മേലെ ചിതുമ്പലുകൾ കടന്നു വന്ന് കണ്ണിനെ അടച്ചു. ദൈവത്തിന്റെ ദർശനം കണ്ടവന്റെ കണ്ണുകളെ ദൈവാൽപസമയത്താക്കി അടയ്ക്കുന്നത് ലോകത്തിന്റെ ദർശനത്തിൽ അത് മലിനമായി തീരാതിരിക്കും. ഈ ദർശനത്തിന്റെ എല്ലാം പിന്നിൽ നമ്മൾ നോക്കിയാല് ദൈവത്തിന്റെ മക്കളെ യാതൊരു സംശയമില്ല. എന്നാലേ പുതിയ നിയമ വിശ്വാസികൾക്ക്
കോർപ്പറേറ്റ് ആയിട്ട് ഒരു ദർശനം ലഭിച്ചത് എന്നാണെന്നറിയാമോ? പെന്തിക്കോസ്തി ദിവസമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കോർപ്പറേറ്റ് വിഷൻ. ആക്ട്സ് ചാപ്റ്റർ 2 അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ട് ശൗലിന് ദർശനം കിട്ടി. ശൗലിന്റെ കൂടെ നടന്നവരാരും ഒന്നും കണ്ടില്ല, അവര് ചിലത് കേട്ടു, അല്ലേ? അതുപോലെ തന്നെ യെശയ്യാവിന് ദർശനം കിട്ടി, മറ്റാരും അത് കണ്ടില്ല, കേട്ടില്ല. കേബാർ നദിയുടെ തീരത്ത് വെച്ച് യെഹെസ്കേലിന് ദർശനം കിട്ടി, കൂടെ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാർക്ക് ആർക്കും അത് കണ്ടില്ല, കിട്ടിയില്ല. എന്നാൽ മാളിക മുറിയിലെ ദർശനം എന്താണെന്നറിയാമോ? എന്താണത്? കോർപ്പറേറ്റ് വിഷൻ. എല്ലാവർക്കും ആട്ടി കിട്ടി. 3000-ത്തിലധികം ആൾക്കാരെ എന്തോ കണ്ടു? കൊടിയ മുഴക്കം കണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന സ്തോത്രം ദർശനത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത അവിടെ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അതിലെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് കൊടിയ കാറ്റിന്റെ മുഴക്കം കേട്ടു. സ്തോത്രം, സ്തോത്രം, അല്ലേ? ദ സൗണ്ട് ഓഫ്, എല്ലാവരും പറഞ്ഞിട്ട്, ദ സൗണ്ട് ഓഫ് മൈറ്റി വിൻഡ്. ആരാ കേട്ടത്? 12 അപ്പോസ്തലന്മാർ മാത്രമല്ല, 3000-ത്തോളം ആൾക്കാർ എന്തോ കേട്ടു? കൊടിയ കാറ്റിന്റെ മുഴക്കം. നമ്പർ 2, രണ്ടാമത് എന്താണ്? The cloven tongues like as a fire. അഗ്നി ജ്വാലകൾ പോലെ മനസ്സിലാക്കണം. കൊടിയ കാറ്റിന്റെ മുഴക്കം കേട്ടു, അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി തീർന്നു. ഹല്ലേലൂയ. 2. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ 3. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പിന്നെ കണ്ടത്? They are filled with Holy Spirit. Number 4, speak into other tongues. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് ആത്മാവിൽ നിറയപ്പെട്ടു. എന്നിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോർപ്പറേറ്റ് വിഷൻ പെന്റക്കോസ്റ്റിന്റെ കോർപ്പറേറ്റ് വിഷനാ. അത് പ്രാപിച്ച ആത്മനിറവുള്ളവരാണ് നമ്മൾ. നിങ്ങൾ പറഞ്ഞാണ് ഒരു കോർപ്പറേറ്റ് മിഷൻ കിട്ടിയ ഒരു വ്യക്തി അടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നോട്ട് എ കോട്ടേജ് വിഷൻ, എ കോർപ്പറേറ്റ് വിഷൻ. എനിക്കും നിങ്ങൾക്കും ആ വലിയ കോർപ്പറേറ്റ് വിഷൻ എന്ന് പകൽക്കാലം ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയ കൊടിയ കാറ്റടിച്ചു കേട്ട ശബ്ദമാണ്. 2, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കേട്ടായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്ന് പറഞ്ഞാല് കൊടിയ കാറ്റായിട്ട് ഓടിപ്പോയാൽ ഒക്കത്തില്ല. പിന്നെ എന്താ പോകണം? കാണുന്നിടത്തൊക്കെ പ്രസംഗിച്ചോണം. ഒരു ദൈവ പൈതലോട് കർത്താവിനെ കുറിച്ച് പറയുന്ന പ്രസംഗം, അതൊരു പ്രസംഗമാണ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി. അപ്പോൾ ആ അഭിഷേകം നമ്മുടെ നാവിൽക്ക് എന്ന് പറഞ്ഞാല് ഈ കോർപ്പറേറ്റ് വിഷൻ കിട്ടിയ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടാൽ ഉണ്ടാതിരിക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ഞാനിപ്പോൾ ഷിബു ഇരിക്കുന്നിടത്ത് ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടാൽ ഞാനൊരു കൊടിയ കാറ്റായിട്ട് മാറണം. 2, ഞാൻ എന്റെ നാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പ്രത്യക്ഷമായത്. ഇതുവരെ ആരോടും ഒരു വാക്ക് പോലും ഉരിയാടാൻ വയ്യാത്ത പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അക്ഷരം എന്താണെന്ന് എഴുതി പഠിക്കാത്ത, അക്ഷര കളരി കാണാത്ത നിരക്ഷര കുച്ചികളായ, അല്ലെ, ഹിന്ദി പറഞ്ഞാൽ അൺപടെന്നൊക്കെ നമ്മൾ പറയും. സ്തോത്രം. അങ്ങനെയുള്ള ചില അപ്പോസ്തലന്മാരെ വലിയ പ്രസംഗകരാക്കി മാറ്റുന്നതായിരുന്നു കോർപ്പറേറ്റ് വിഷൻ. 3-ാമതോടെ പറഞ്ഞിരിക്കുന്നത് filled with Holy Spirit. അതൊന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഓർത്ത് നോക്കി, പരിശുദ്ധ എന്തുകൊണ്ടാ പലർക്കും ഓടാൻ കഴിയാത്ത, എന്തുകൊണ്ട് കൊടിയ കാറ്റായി തീരുന്നില്ല? ഫിൽഡ് ആയിട്ടില്ല. സ്തോത്രം. ഫിൽഡ് ആയിട്ടില്ല, അല്ലേ? ഒരു എയർ നിറച്ച ഒരു ഫുട്ബോള് ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് തട്ടി അത് ഇവിടെ പോയി കിടക്കും, മാക്സിമം ഡിസ്റ്റൻസിൽ പോയി കിടക്കും. കാര്യം ഇറ്റ് ഈസ് ഫിൽഡ് എന്ന് മനസ്സിലാക്കണം. നിറവുള്ളവൻ, അവന്റെ നാവിൽ നിറവുണ്ട്, അവന്റെ ഓട്ടത്തിന് നിറവുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സ്പീക്കിംഗ് അതർ ടങ്സ്. കണ്ടോ, സ്വന്തം ടങ്സ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാല് അവരുടെ ലോക്കൽ കൊളീക്കൽ ലാംഗ്വേജ് ആയ ഏതാ അവർ കൊളീക്കൽ ലാംഗ്വേജ്? ഏതാണ്? അരാമിക് ഭാഷ. അരാമിക് ഭാഷ പോലും സംസാരിക്കാൻ അറിയത്തില്ല. നോ ഡിക്ഷണറി, നോ വൊക്കാബുലറി, നത്തിങ്. അവർക്കൊന്നും അറിയത്തില്ല. ഹൗ ടു സ്പീക്ക്, സ്തോത്രം. അവർക്ക് യാതൊരു അക്ഷരജ്ഞാനമില്ല. പക്ഷെങ്കിൽ
അവർക്ക് ദൈവം എന്തോ കൊടുത്തു? അവൻ അന്യ ഭാഷയിൽ. സ്തോത്രം. മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കി, ഇതാണ് കോർപ്പറേറ്റ് വിഷൻ. നമ്മൾ ഇന്ന് പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടക്കി വെച്ചിരിക്കുന്ന ക്രിസ്തീയ ഗോളത്തിലെ ഈ ദർശനം ലഭിച്ചവര് അവരുടെ ദർശനങ്ങളെ അടക്കി വെച്ചിരിക്കാണ്. ഇന്ന് പകൽക്കാലം അതിന് മേലെ പ്രയത്നം ദൈവത്തിന്റെ ആത്മാവ് നടത്തുകയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടാണ്. ഞാനത് മറ്റൊന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അവിടെ ആ കാലഘട്ടത്തില് യോവേൽ പ്രവാചകൻ മുഖാന്തരം ഒരു ദർശനം കൊടുത്തിരുന്നു. ആ ദർശനം സകല പുതിയ നിയമ ദർശനത്തിന്റെയും അടിസ്ഥാന ദർശനമോ അത് മറ്റൊന്നുമല്ല. ഇതാണ് എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജനങ്ങളുടെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, നിങ്ങളുടെ വൃദ്ധന്മാർ 95-ാമത്തെ വയസ്സില് 90-ാമത്തെ വയസ്സില് എന്റെ ഒരു മാമൻ സ്നാനപ്പെട്ടു. സ്തോത്രം. അന്ന് മുതൽ ദർശനം കാണാം. ഈ എത്ര വലിയ വൃദ്ധനായിക്കൊള്ളട്ടെ, ഈ കോർപ്പറേറ്റ് വിഷന്റെ ഹാലിലെ പാർട്ണറായിട്ട് നമ്മൾ തീരുമ്പോൾ നമ്മൾ എന്തോ കാണാൻ തുടങ്ങും? ദർശനം കാണാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രായമൊന്നും ഒരു വിഷയമല്ല കർത്താവിന്റെ പേരേല്, അല്ലേ? ചിലയിടത്തൊക്കെ റിട്ടയർമെന്റ് ഉണ്ട്. സ്തോത്രം. പ്രായമല്ല, പ്രാണനാഥനോടുള്ള ബന്ധമാണ് ഈ കാലുകൾക്ക് ബലം തരുന്നത്. ഈ കോർപ്പറേറ്റ് വിഷൻ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, അത് രോഗക്കിടക്കയിലാണെന്ന് പറഞ്ഞാലും എഴുന്നേറ്റാൻ ഞാൻ എന്തുമായിട്ട് തീരും? ഞാൻ കൊടിയ കാറ്റാട്ടി തീരും. എന്റെ നാം അണ്ണാക്കോടെ വറ്റിപ്പോയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയാൽ ഇത് അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന നാളുകളായിട്ട് തീരും. ഇത് അഭിഷേകത്തിന്റെ നാവായിട്ട് തീരും. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ വൃദ്ധനായിക്കൊള്ളട്ടെ, ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ, പൈതലായിക്കൊള്ളട്ടെ, യുവാവായിക്കൊള്ളട്ടെ, യുവതികളായിക്കൊള്ളട്ടെ, നിന്റെ പ്രവചനത്തിന് കുറവ് വരത്തില്ല, ദർശനത്തിന് കുറവ് വരത്തില്ല, സ്വപ്നത്തിന് കുറവ് വരത്തില്ല. നിന്റെ നാവ് അണ്ണാക്കോടെ വറ്റിപ്പോകത്തില്ല. ഹല്ലേലൂയ. അതാണ് ദർശനം. എപ്പോഴും ഒരു വാഗ്ദത്തത്തോട് കൂടിയതായിരിക്കും. Somebody say promise. ഹല്ലേലൂയ. ദർശനത്തിന് പിന്നിൽ എന്തോ കാണും? പ്രോമിസ്. അത് നിങ്ങളുടെ കുഞ്ഞിനോടുള്ളതായിക്കൊള്ളട്ടെ, സുവിശേഷ വേലയോടുള്ളതായിക്കൊള്ളട്ടെ, കർത്താവിന് ഏതെങ്കിലും വേലയോടുള്ളതായിക്കൊള്ളട്ടെ, തലമുറയോടുള്ളതായിക്കൊള്ളട്ടെ, കർത്താവിന്റെ ഒരു ദർശനം നിങ്ങൾക്ക് കിട്ടിയാൽ ദർശനത്തോട് ചേർന്ന് എന്തോ കാണും? ഒരു വാഗ്ദത്തം വേണം. കരവിലെത്തി പറഞ്ഞിട്ട് വാഗ്ദത്തം. അപ്പോൾ ദർശനത്തോട് ചേർന്ന് ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ദർശനം ഒരു മരിക്കാത്ത ദർശനമാണ്. നമ്മുടെ വാഗ്ദത്തം മറന്നുപോകാൻ സാധ്യമല്ലാത്ത വാഗ്ദത്തമാണ്. 90 വയസ്സുള്ള ഒരു പടുകളവൻ വൃദ്ധൻ. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ട് 80 വയസ്സുള്ള പ്രായം. രണ്ടുപേരും പ്രായം ചെന്നവരാ. ഒരിക്കലേ വൃദ്ധയുടെ കൈക്ക് പിടിച്ചോണ്ട് ഇറങ്ങി. എന്തോ വൃദ്ധൻ പറഞ്ഞെന്നറിയാമോ? വൃദ്ധയോട് പറയാണേ, വൃത്തി ചേച്ചാ എങ്ങോട്ടാ? വൃത്തം പറയുകയാണ്, എന്നോട് ദൈവം ഇന്നലെ രാത്രി ഇടപെട്ടു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അമ്മ കാണിപ്പാനിരിക്കുന്ന ദേശം അതെവിടാ? മാപ്പിനകത്തൊക്കെ നോക്കി അവിടെ ഒന്നും കാണിക്കാനില്ല. ഇസ്രായേൽ എന്നുണ്ട്, പാലസ്തീൻ എന്നുണ്ട്, ഇന്ത്യ എന്നുണ്ട്, കേരള എന്നുണ്ട്, മദ്രാസ് എന്നുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞ ദേശം കാണുന്നില്ലല്ലോ വെച്ചാ. ദൈവം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം എന്തോ ചെയ്തു? ആ അമ്മച്ചിയുടെ കൈക്ക് പിടിച്ചോണ്ട് അദ്ദേഹം ഇറങ്ങി വന്ന് കുറച്ച് നാളുകളെ ആ ദർശനത്തിന്റെ അവകാശിയായിട്ട് ആ മനുഷ്യൻ നടക്കുകയാണ്. മക്കളില്ല. നിങ്ങൾക്കറിയാം, മറ്റാരുമല്ല. ആരാണ്? അബ്രഹാം, സാറ. മക്കളില്ല. കുറച്ച് നാളുകൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്ത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. മുൻപോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിച്ചിട്ട് അതിന്റെ സ്തോത്രം 11 മുതലുള്ള വാക്യങ്ങളില് നമുക്ക് കാണുവാൻ കഴിയും. എപ്പോഴും ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സന്തതിയില്ല. ദൈവത്തിന്റെ ശബ്ദം എപ്പോൾ കേട്ടാലും പറഞ്ഞ എന്തുവാ? എനിക്ക് സന്തതിയില്ല. നല്ല തപസ്യക്കാരനായ ഒരു എലിയാസാറിനെ എനിക്ക് തന്നിരിക്കുന്നു, എനിക്ക് സന്തതിയെ വേണം. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും ആത്മീയ സന്തതികളെ ചോദിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം തന്നിരിക്കും. എത്ര പേരും തയ്യാറുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ വലിയ ദർശനം എന്തുവാ? അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. സ്തോത്രം. എന്റെ അവകാശി ദമശ്കുകാരനായ ഈ എലയാസാറിനെ. സ്തോത്രം. അപ്പോൾ ദൈവം അവരൊരു കാര്യം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യേ. 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും പിന്നെ കാളയും ഒക്കെ നീ കൊണ്ടുവരണം, പക്ഷികളെ കൊണ്ടുവരണം.
അല്ലെ കുറവാവിനെ കൊണ്ടുവരണം. എന്നിട്ട് ഹല്ലേലൂയ മൃഗങ്ങളെയൊക്കെ നടുവെ പിളർത്തി ഇവിടെ കാത്തിരിക്കാൻ. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുമെന്നും അബ്രഹാം പറഞ്ഞു. ഇനി 17-18 വാക്യങ്ങൾ വായിച്ചാൽ. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. അവിടെ നമ്മൾ കാണുന്നു ഹല്ലേലൂയ അബ്രഹാം എല്ലാം പിളർത്തി വെച്ചിരിക്കുക. പിളർന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കണേ. പിളർന്ന ഭാഗങ്ങൾ എന്തോ കടന്നു വന്നു? റാഞ്ചൻ പക്ഷികൾ. ശ്രദ്ധിക്കണമെന്നെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദർശനം ദൈവം തരുമ്പോൾ അതിന്റെ മുകളിൽ എന്തോ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്തോ ഉണ്ട് ബ്രദർ? റാഞ്ചൻ പക്ഷികൾ കടന്നു വരും. അബ്രഹാം പിളർത്തി വെച്ചിട്ട് മണിക്കൂറുകളായി. പിളർപ്പിലെ ചോരയൊക്കെ ഉണങ്ങുവാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ ഈ കാർക്കേസസ് കണ്ടുകൊണ്ട് ഫോഴ്സ് അഥവാ റാഞ്ചൻ പക്ഷികൾ റാഞ്ചി ഇറങ്ങി വരികയാണ്. ദൈവം നിന്നോടൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പിശാച് എന്തിനെ അയക്കുമെന്ന് അറിയാമോ? റാഞ്ചൻ പക്ഷികളെ അയക്കും. നീ ഒന്ന് ചെയ്യണം. നീ എന്ത് ചെയ്യണം? റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളയണം. സ്തോത്രം. കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. അത് ഇറങ്ങി വരുവാൻ അബ്രഹാം അനുവദിച്ചില്ല. അത് തന്നെ ദർശനത്തെ അശുദ്ധമാക്കാൻ എന്നെ കേൾക്കുക. ദൈവത്തിന്റെ ഒരു ദർശനം പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർ എന്തോ പറയും? ചുമ്മാ കേട്ടോ. സ്തോത്രം. നമ്മൾ എന്തോ ചെയ്യും? 10 പ്രാവശ്യം ചുമ്മാ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാൻ ചുമ്മാതാ. പക്ഷെ ഞാൻ ചുമ്മാതിനെ ആട്ടി ഓടിക്കണം. അബ്രഹാമിനോട് എല്ലാവരും പറഞ്ഞു ചുമ്മാതാ 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 ചുമ്മാതാ. അങ്ങനെ ആ ദർശനത്തിന് മേൽ കടന്നു വന്ന ആത്മീയ റാഞ്ചൻ പക്ഷികളെ അടിച്ചോടിക്കുവാൻ കഴിഞ്ഞ അബ്രഹാമാണ് ഇപ്പോൾ റാഞ്ചൻ പക്ഷികളെ അടിച്ചോടിക്കുവാൻ ധൈര്യം കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞത് 24 മണിക്കൂർ തീരാൻ പോവാം. കഴിഞ്ഞ രാത്രി സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഹരിന് ഈ ദർശനം കിട്ടിയത് അല്ലേ? ഇപ്പോൾ വീണ്ടും സൂര്യൻ അസ്തമിക്കുന്നു. 24 മണിക്കൂർ കംപ്ലീറ്റ് ആകാൻ പോവാം. കംപ്ലീറ്റ് ആകാൻ പോയപ്പോ എന്ത് ചെയ്തു? ദർശനമൊന്നും വന്നില്ല. ദൈവം പറഞ്ഞ് വിളർപ്പുണ്ടാക്കി വെക്കാൻ. ദൈവത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. നമുക്കും ഉണ്ടാകും. എന്തോ ഉണ്ടാകും? ഗാഢനിദ്ര വരും. വിഷൻ നെവർ സ്ലീപ്. ഇത്ര ഗാഢനിദ്ര വന്നെന്ന് പറഞ്ഞാലും ദൈവം തന്ന ദർശനം ഉറക്കം വരത്തില്ല. ഞാൻ ഉറങ്ങിയാലും എന്റെ ദർശനം ഉണർന്നിരിക്കും. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ തലമുറയ്ക്ക് കൊടുത്ത ദർശനം, എന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ദർശനം, എന്റെ ഭർത്താവിന് കൊടുത്ത ദർശനം. ഞങ്ങൾ ഉറങ്ങിയാലോ ദർശനം ഉറങ്ങാതിരിക്കും. സൂര്യൻ അസ്തമിച്ചാലും ദർശനത്തിന് അസ്തമനം വരത്തില്ല. ദർശനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദർശനം ഉണർന്നുകൊണ്ടേയിരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു. ഗാഢനിദ്ര. വിഷൻ നെവർ ഗോസ് ഡൗൺ. Sun may God hallelujah go down, but vision never goes down. ഒരിക്കലും നിന്റെ ദർശനം താഴോട്ട് പോകത്തില്ല. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ. ഗാഢനിദ്ര വന്നു, but vision will be live. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭീതിയും അന്ധതമസും. എന്താ ഭീതിയും അന്ധതമസും? ഭീതി അന്ധതമസം വരാൻ പ്രശ്നം എന്തുവാ? അബ്രഹാം കാത്തിരുന്നത് ഒരു ബ്ലെസ്സിംഗ് വിഷന് വേണ്ടിയാണ്. പക്ഷെ അബ്രഹാമിന് കിട്ടിയത് എന്തുവാ? നിനക്ക് സന്തതിയൊന്നും ഉണ്ടായില്ല, പക്ഷെ നിന്റെ സന്തതി they will be in captivity for 400 years. അതാണ് ഭീതിയും അന്ധതമസം. എന്നിട്ട് എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ അവിടേക്ക് വരും. എന്നിട്ട് അടുത്ത വാക്യം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ കൂടി കടന്നുപോയി. കണ്ടോ? ആദ്യത്തെ ദർശനത്തിന്റെ ആദ്യ പകുതി ഭീതിയും അന്ധതമസുമാണെങ്കിൽ രണ്ടാം പകുതി എന്തുമാണ്? സൂര്യൻ അസ്തമിച്ചപ്പോൾ പുകയുന്ന ഒരു ഫർണസ്, ഒരു തീച്ചൂള ഇതുവഴി കടന്നുപോയി. പിളർപ്പുകളുടെ മധ്യത്തിൽ കൂടി കടന്നുപോയി. അതെന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് ദ എക്സോഡസ് ഓഫ് യുവർ ചിൽഡ്രൻ. നിന്റെ 400 വർഷം നിന്റെ മക്കൾ അവിടെ കടന്നാലും ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. ആ സന്തോഷത്തിന്റെ ദർശനമാണ് താഴെ പൂഴുന്ന തീച്ചൂളിയും
പന്തവുമായിട്ട് നമ്മൾ കാണുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദർശനം, ഭീതിയോടുകൂടി ഒരു ദർശനം ദൈവം തരുമ്പോൾ നിങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിഷന്റെ മേൽ ഒരു ഭീതി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അന്ധകാരം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ നമുക്കൊരു പക്ഷേ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ കഴിയും. എന്നാൽ പുകയുന്ന തീച്ചൂളിയുടെ ദർശനമാണ് തരുന്നതെങ്കിൽ നീ മനസ്സിലാക്കണം, നിനക്ക് തരാൻ പോകുന്നത് ഒരു ഗ്ലോറിയസ് ബ്ലെസ്സിംഗ് ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന അബ്രഹാമിന് കിട്ടിയ ദർശനമാണെങ്കിൽ മനസ്സിലാക്കണം, നീ പ്രാർത്ഥനയിലും ജാഗരിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 400 വർഷം കഴിയുമ്പോൾ നിന്റെ തലമുറയുടെ ഒരു വിടുതൽ നിനക്ക് കാണുവാനായിട്ട്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ദർശനത്തിനകത്ത് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള്, നിങ്ങൾക്ക് വരാവുന്ന എതിർപ്പുകള്, നിങ്ങൾ കീഴടക്കേണ്ടുന്ന ശത്രു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം എല്ലാം ദൈവത്തിന്റെ ദർശനത്തിനകത്തുണ്ടായിരിക്കും. എത്ര വർഷത്തെ ദർശനമാണെന്നറിയാമോ അത്? മിനിമം ഇപ്പൊ കൊടുത്ത ഈ ദർശനം എത്ര വർഷത്തേക്കുള്ള ദർശനം അബ്രഹാമിന് കിട്ടി? അബ്രഹാമിന്റെ ആയുഷ്കാലം നിങ്ങൾക്കറിയാം അല്ലേ? കാരണം 400 സംവത്സരത്തേക്കുള്ള ദർശനമാണ് കൊടുത്തത്. അബ്രഹാമിന്റെ ആയുഷ്കാലം എത്ര? ദർശനം കിട്ടുമ്പോ എത്ര വയസ്സുണ്ട് അബ്രഹാമിന്? 90 വയസ്സ്. സ്തോത്രം അല്ലേ? 90 വയസ്സുണ്ട് അല്ലെ? 92, 95, 93 വയസ്സുണ്ട്. സ്തോത്രം. 90 അടുത്തു, എന്തുമായിക്കോട്ടെ അല്ലേ? 90 ഓട്. ഹല്ലേലൂയ. അപ്പൊ പറയുകയാണ്, നോട്ട് ഫോർ 90 years, നിന്റെ ആയുഷ്കാലം വരെ മാത്രമുള്ളതല്ല, ബിയോണ്ട്. സ്തോത്രം. അതിന്റെ അപ്പുറത്തേക്കുള്ള ദർശനം തന്നാണ് ദൈവം നമ്മളെ പലപ്പോഴും ഉറപ്പിക്കുന്നത്. ദൈവത്തെ ഏതാണ്ട് ഓൾമോസ്റ്റ് 500 വർഷക്കാലത്തെ ഹല്ലേലൂയ ഒരു വലിയ ദർശനമാണ് ദൈവം അവിടെ കൊടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കണം നമ്മളവിടെ. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ജോസഫിന് ദർശനം കിട്ടി. ജോസഫിന്റെ ദർശനം എന്തുവായിരുന്നു? എന്തുവാ? ശ്രദ്ധിക്കണം, അതൊരു പാർട്ട് നിങ്ങൾ അറിയണ്ടേ. ജോസഫ് ആദ്യം കണ്ട ദർശനം എന്തുവാ? ആദ്യത്തെ ദർശനം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നമസ്കരിക്കും. പിന്നെ ഒരു ദർശനം കിടക്കണം, അതെന്തുവാണ്? വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ എന്റെ കറ്റ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റയെല്ലാം കൂടി എന്തോ ചെയ്തു? ആ കറ്റയെ നമസ്കരിച്ചു. ഒരു ദൈവത്തിന്റെ പൈതലെ ചുമ്മാ ഒരു സ്വപ്നം കണ്ടാലുണ്ടല്ലോ, there is a visualization. God is going to execute it. ഇത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഒരു ദർശനം കണ്ടാൽ, വെറുതെ ഒരു സ്വപ്നം കണ്ടിട്ട് നമ്മൾ തള്ളിക്കളയാനുള്ളതല്ല. എല്ലാ ദർശനത്തിന്റെയും പിന്നിൽ സ്തോത്രം, there is a plan of God. ഹല്ലേലൂയ. അപ്പോൾ ഈ എന്തുകൊണ്ട് 2 ദർശനം കണ്ടു? ഉറപ്പിന് വേണ്ടിയാണ്. 100 വർഷത്തേക്കുള്ള ദർശനമാണ് കൊടുത്തത്. ഇപ്പോൾ ജോസഫിന്റെ പ്രായം ഏതാണ്ട് ഒരു 10-15 വയസ്സ് വരും. 15 വയസ്സുള്ള ജോസഫിന് 100 വർഷത്തേക്കുള്ള ദർശനം ദൈവം കൊടുക്കുക. 100 വർഷത്തിനപ്പുറം വരെയുള്ള ദർശനം. സ്തോത്രം. അതിന്റെ ഈ കൊച്ചു പയ്യന് ഈ ദർശനം കിട്ടുമ്പോൾ അവനൊരു കൺഫർമേഷൻ ഉണ്ടാകണം. അതിനാ പിറ്റേ ആഴ്ച ദൈവം എന്തോ ചെയ്തത്? ആ ദർശനത്തിന്റെ മുകളിൽ ദൈവം അവന് മറ്റൊരു ദർശനം കൊടുക്കുക. സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കണമേ, ദൈവം നമ്മുടെ ജീവിതത്തിലെ ദർശനങ്ങളെ എപ്പോഴും അരക്കിട്ടുറപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ദർശനത്തിന്റെ പുറകെ ഉള്ള ഒരു ദർശനം, നമ്മുടെ ദർശനം ഉറപ്പാ വാഗ്ദത്ത സന്തതിയെ കിട്ടുവാൻ വേണ്ടിയാണ് അബ്രഹാമിന് ദർശനം കിട്ടിയത്. അപ്പോൾ അബ്രഹാം ചോദിച്ചത്, പക്ഷെ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുന്ന എന്തുവാണ്? വാഗ്ദത്ത ദേശം. നമുക്കൊരു വാഗ്ദത്ത സന്തതിയെ കിട്ടിയിട്ടുണ്ടേ എങ്കിൽ, ആരാ വാഗ്ദത്ത സന്തതി? ആരാ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഇവൻ നമ്മുടെ ലൈഫിലെ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ വാഗ്ദത്ത സന്തതിയാണ്. ഒരു വാഗ്ദത്ത സന്തതിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവം വാഗ്ദത്ത ദേശം ഉറപ്പാക്കി വെച്ചിരിക്കും. യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം നിന്റെ കുഞ്ഞ് വാഗ്ദത്തത്തിന്റെ കൂട്ടവാസിയാണ്. അബ്രഹാമിന് ഒരു കാര്യം ധൈര്യമായിട്ട് പറയാൻ കഴിയും, കാണിപ്പാനിരിക്കുന്ന ദേശം കൺഫേമായിരിക്കും.
അല്ലേ? ദൈവത്തിന്റെ മക്കളെ മനസ്സിലാക്കണം, ഈ ക്രൈസ്റ്റ് ഈസ് അവേഴ്സ്, യേശു നീ യേശുവിന്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടെങ്കിൽ, യേശു നമ്മുടെ സ്വന്തമായി തീർന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്തായിരിക്കും? നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ട് എന്തോ വേണം? നമ്മുടെ ദർശനത്തിന് മേൽ ഒരു റാഞ്ചൻ പക്ഷി കടന്നു വരുവാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. ഇനി എന്താ? വാട്ട് ഈസ് ദ അതർ ഒബ്സ്റ്റക്കിൾ? നമ്പർ 2 എന്താണ്? ദ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ്സിന്റെ ഡിഫറൻസ്. ഒരു നെഗറ്റീവ്, എനിക്കൊരു പോസിറ്റീവ് വിഷൻ കിട്ടി, ഞാനൊരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടായിരിക്കണം എൻ്റെ കൂട്ടായ്മ? പോസിറ്റീവായിട്ടുള്ളവരുമായിട്ട്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, മനസ്സിലായി? ദാറ്റ് ഈസ് കോൾഡ് ടീം. അതിനാണ് നമ്മൾ ടീം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ദർശനം കിട്ടി, ഞാൻ നിബുവിനോട് പറയാം, നിബു ഐ ഗോട്ട് ദിസ് വിഷൻ. ഓക്കെ പാസ്റ്റർ, ഗുഡ്. ഞാൻ സുനിലിനോട് പറഞ്ഞു, സുനിൽ ഐ ഗോട്ട് ദിസ് വിഷൻ. ഓ പാസ്റ്റർ, വെരി ഗുഡ്. അപ്പോൾ എനിക്ക് എത്ര ടീമായി? 2 ടീമായി. ജോസ് ബ്രദറുണ്ട്. ജോസ് ബ്രദർ, എനിക്കിങ്ങനെ ഒരു വിഷൻ കിട്ടി. പാസ്റ്ററിൻ്റെ വിഷൻ കിട്ടിയില്ല, പാസ്റ്റർ വിഷൻ കിട്ടി. ഞാൻ എന്താ ചെയ്യും? ജോസ് ബ്രദറെ ഇവിടെ ഇരുന്നാണ് കേട്ടോ, ഞാൻ സുനിലിൻ്റെ കൈക്ക് പിടിക്കും, നിബുവിൻ്റെ കൈക്ക് പിടിക്കും. They became my team. ദർശനം ആർക്കാ കിട്ടിയത്? എനിക്കാണ് കിട്ടിയത്. പക്ഷെ there is a positive attitude. ഞാൻ ഈ ദർശനം ഇവരോട് പറയുമ്പോൾ ഇവരെന്താ പറയും? പാസ്റ്റർ, ലെറ്റ്സ് പ്രേ. That is the team of mission. കർത്താവിന്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് ദർശനം കിട്ടി ഇറങ്ങി പോകുമ്പോൾ, കർത്താവിന്റെ വേലയ്ക്ക് ദർശനം ഇല്ലാത്ത ഒരാൾ എത്ര മില്യനെയർ ആയിക്കൊള്ളട്ടെ, ആ വേല തകർന്ന് തൽക്കണം. ടീം മീൻസ് ടീം. എന്നെ പോലെ, എന്റെ ദർശനം പോലെ, എന്റെ ആറ്റിറ്റ്യൂഡ് പോലെ, ഓൾമോസ്റ്റ് എന്റെ ക്യാരക്ടർ പോലെ ഈ ദർശനമുള്ളവരോട് വേണം ഞാനത് പറയാൻ. യോസഫിന് പറ്റിയൊരു കുഴപ്പം എന്തുവാ? യോസഫ് സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ കൊടുത്ത് ഉടുപ്പ് വിട്ട് അല്ലെ മൾട്ടി കളർ കൂട്ടമൊക്കെ ഇട്ട് പയ്യൻ ഡാൻസും ഒക്കെ ചെയ്ത് വരിക. സ്തോത്രം. യഹൂദ ചോദിച്ചു, എന്തുവാടാ നീ ഇത്ര കണ്ട തുള്ളിച്ചാടാന്? അപ്പൊ അവനെന്താ പറഞ്ഞു? ഞാനൊരു ദർശനം കണ്ടു. പുറത്തുനിന്ന് രൂപയും വന്ന് ചോദിച്ചു, എന്തുവാടാ ദർശനം കണ്ടത്? സ്തോത്രം. അച്ഛാ, ഞാനിങ്ങനെ ദർശനം കണ്ടു. ഉമ്മമാരോട് അവനെ പറയാനൊക്കുമായിരുന്നു. നിനക്ക് ദൈവം തരുന്ന ദർശനം എല്ലാവരോടും ഡിസ്പോസ് ചെയ്യല്ലേ. നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, നിന്റെ ദർശനത്തിൽ പങ്കുചേരുവാൻ കഴിയുന്ന, നിന്റെ കരത്തിന് ശക്തി തരുവാൻ കഴിയുന്ന നിന്റെ ടീമിലുള്ളവരോടല്ലാതെ ഒരു വ്യക്തിയോടെങ്കിലും നീ ദർശനം പറഞ്ഞാൽ നാളെ മുതല് ദർശനത്തിന്റെ പിറകാലെ ഒരു കഷ്ടപ്പാട് നമുക്ക് തുടങ്ങാം. ഇവന്തോ ജോസഫിന്റെ അപ്പന് പോലും ആ ദർശനം പിടിച്ചില്ല. യാക്കോബ് എന്താ പറഞ്ഞു? നീ മിണ്ടാതിരി. സ്തോത്രം. ഞാൻ നിന്റെ അമ്മയെ വന്ന് നിന്നെ നമസ്കരിക്കാന്ന് പറയും. സ്തോത്രം. എന്നേക്കാൾ ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തീയ ജീവിതം ദർശനത്തിലാണ്. എന്തുമായിക്കോട്ടെ, മേ ബി യുവർ ബിസിനസ്, മേ ബി യുവർ ജോബ്, അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കർത്താവിന്റെ വേല എന്നുള്ള വിഷയമാണ്. പക്ഷെ എല്ലാത്തിനും എന്തോ വേണം? വിഷൻ. If there is no vision, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വിഷൻ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ടീമിനെ തകർക്കുന്നവരെ അല്ല, നമ്മുടെ ടീമിനോട് ചേർന്നിരിക്കാൻ കൊള്ളാത്തവരെ അല്ല. സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം ബിഹേവിയർ, സെയിം പവർ, അങ്ങനെയുള്ളവരോടാണ് നമ്മളത് പറയേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്കത് കാണുവാൻ കഴിയും. സ്തോത്രം. അല്ലെങ്കിൽ അപ്പോൾ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഈ ടീമിനകത്ത് ആരാ ഉള്ളത്? only the missionaries. സ്തോത്രം. nobody else. ടീമിനകത്ത് 100 പേരുണ്ടെങ്കിൽ 99 പേര് മിഷണറീസ് ആണ്. there is one person, he doesn't have any vision and he is having a negative attitude. അദ്ദേഹമായിരിക്കും, ആ സഹോദരനായിരിക്കും ആ ടീമിനെ തകർക്കുന്നത്. നിങ്ങളുടെ പ്രയർ പാർട്ട്നേഴ്സിനെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ
അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും നിങ്ങളെ പോലെ ദർശനമുള്ളവരുമായിരിക്കണം. നിങ്ങളോട് കൂടി. അബ്രഹാമിന് ദർശനം കിട്ടി. ദർശനം കിട്ടാത്ത ലോകത്ത് എന്തോ ചെയ്തു? അബ്രഹാമിനോട് കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ദർശനം കിട്ടാത്ത ഇവരോട് ഊരി താമസിക്കുന്നത് എന്ത് നല്ലതാ. ദർശനമുള്ള അച്ചായന്റെ പുറകെ ബന്ധുക്കോസുകാരന്റെ പുറകെ ചുമ്മാ അങ്ങ് പോകുന്നത്. ലോകത്തിനെ സംബന്ധിച്ചാൽ നല്ലതാ. കാര്യം എന്തുവാ? തകർത്ത് നേരിട്ടെങ്കിലും എന്തോ കിട്ടി? നീരോട്ടമുള്ള ദേശം കിട്ടി. പക്ഷേ അബ്രഹാമിന് എന്തുവാ പ്രശ്നം? അബ്രഹാമിനോട് ദൈവം കുറച്ചാളായിട്ട് ഉരിയാടുന്നില്ല. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നില്ല. വൈ? അബ്രഹാമിന് മനസ്സിലായി, ഐ ആം എ പോസിറ്റീവ് പേഴ്സൺ. But there is a lot. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടീം. ദൈവത്തിന്റെ പേർക്ക് ഒരു ടീമിനെ കൂടാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് സെട്ടകം പണിയണമെങ്കിൽ ദൈവത്തിന് ഒരു ടീമിനെ വേണം. നോട്ടോടി നോഹയും നോഹയുടെ വീട്ടുകാരും എല്ലാം വേണം. ഫെവിക്കോൾ അടിക്കാൻ വേണം, അല്ലെങ്കിൽ പ്രൈമർ അടിക്കാൻ ഒരാള്, ആണി അടിക്കാൻ ഒരാള്, എല്ലാവരെയും വേണം. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം നോക്കിയപ്പോൾ നോഹയുടെ ഒരു കുടുംബമുണ്ട്. ഏത് കുടുംബം? ആ കുടുംബം വിഷണറി ഫാമിലി. സ്തോത്രം. നോഹ മാത്രമല്ല, നോഹയുടെ ഭാര്യയ്ക്ക് നല്ല ദർശനമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭാര്യ അവളെ. അച്ഛനൊരു ദർശനം കിട്ടിയാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അവർക്കൊരു ദർശനം കിട്ടുമ്പോൾ അച്ഛനോട് പറയും, രണ്ടുപേരും അത് ഷെയർ ചെയ്യും. അപ്പോഴത്തെ മക്കളോട് പറയും, ഇന്നലെ എന്താ വേണ്ടത്? ഇന്ന വിഷയം കണ്ടു മോനെ. മിനിഞ്ഞാന്ന് എന്താ വേണ്ടത്? ഇന്ന വിഷയം കണ്ടു മോനെ. അപ്പൊ മകന് പറയും, ഞാനും അത് കണ്ടു. അപ്പൻ, അമ്മ, 3 മക്കളെ. കല്യാണം ആലോചന എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ 3 പെൺപിള്ളാരെ കിട്ടി. അവരും അങ്ങനെയുള്ളവരാ. അതുകൊണ്ടാ ലോകത്തെ എല്ലാം ദൈവം സംഹരിച്ചപ്പോൾ പെട്ടകത്തിലെ ഹല്ലേലൂയ അല്പജനം എന്ന് വെച്ചാല് 8 പേരെ ദൈവം ശേഷിപ്പിച്ചത്. നമുക്കൊരു ഗിദെയോനെ കാണാം. എന്തുവാ ഗിദെയോന്റെ പ്രത്യേകത? പരാക്രമശാലിയാണ്. ഇതിന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കത്തില്ലയോ? പറഞ്ഞിട്ട് ഗിദെയോനെ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു. എത്ര പേരെ തെരഞ്ഞെടുത്തു? 30,000 people. സ്തോത്രം. ഗിദെയോൻ അവരെ കൂടെ പോവാം. ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? ഹേ ഗിദെയോൻ, 30,000 പേരോടെ യുദ്ധത്തിന് പോന്നേ. നീ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ദർശനമില്ലാത്തവന്മാരാണ്. സ്തോത്രം. അപ്പൊ തന്നെ 20 പേർക്ക് ടെർമിനേഷൻ കിട്ടി. സ്തോത്രം. 20 പേര് പാട്ടും പാടി മാറിപ്പോയി. ബാക്കി എത്ര പേരുണ്ട്? 10,000 പേരുണ്ട്. വീണ്ടും കുറച്ച്. അവസാനം ചെന്ന് പറഞ്ഞു, നായ പോലെ വെള്ളം കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മതി. എത്ര പേരുണ്ടായിരുന്നു? 30,000 പേരുടെ സഭ തുടങ്ങിയ പാസ്റ്റർ ഗിദെയോന്റെ സഭയിൽ ഇപ്പൊ എത്ര പേരേ ഉള്ളൂ? പക്ഷെ ഒരു ഗുണമുണ്ട്. എന്താ അറിയാമോ? മറ്റേ 30,000 പേര് പാ ഇടുമ്പോ പാ പറന്നു പോലും പോകുമായിരുന്നു. പക്ഷെ ഈ 300 പേരുണ്ടല്ലോ, ജെം ഓഫ് മിഷണറീസ്. ജെം ഓഫ് മിഷണറീസ്. That is a team. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്കൊരു ടീമിനെ ആവശ്യമുണ്ട്. ആ ടീം നമ്മളെ പോലെ 300 പേരെ കിട്ടി അല്ലേ? 300 പേരെ. ആയുധമുണ്ടോ? There is no sword, no weapon. എന്തുകൊണ്ട് അവരുടെ കയ്യില്? ഒരു പ്ലെയിൻ കുടമുണ്ട്, കുടത്തിനകത്ത് ഒരു ബന്ധമുണ്ട്, മറ്റേ കയ്യിൽ എന്തോ ഉണ്ട്? കാഹളമുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, റിസോഴ്സസ് കൊണ്ടോ നമ്മൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി കൊണ്ടോ ഒന്നും യു കനോട്ട് ഡു ദിസ് മിനിസ്ട്രി. അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തോ വേണമെന്നറിയാമോ? ഒരു വിഷണറീസിന്റെ ടീമിനെ നീ ഒരുക്കിയെടുക്കണം. ഒരു വിഷണറി ആയിട്ട് മാറിയെങ്കിൽ യുവർ ലൈഫ് വിൽ ബി എ സക്സസ്. നിനക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരത്തേ ഇല്ല. സ്തോത്രം. അതാണ് 300 പേര് മതി. ഈ 300 പേരെ കൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് ദൈവം ഗിദെയോനോട് പറഞ്ഞു. പക്ഷേ ശിംശോന്റെ ജീവിതത്തിലോ? ശിംശോന്റെ ജീവിതത്തിൽ എന്തോ പ്രത്യേകത? ശിംശോൻ ആരുമില്ലായിരുന്നു. ശിംശോൻ എന്തോ ചെയ്തു? 300 കുറുക്കന്മാരെ പിടിച്ചോണ്ട് വന്നിട്ട് 2 കുറുക്കന്മാരെ കല്യാണം കഴിപ്പിച്ചു. വൈറ്റ് നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ കാണാം. അവിടെ കാണുന്നുണ്ട് അവരുടെ എന്താണ്? കറ്റകള്, മുന്തിരിത്തോട്ടങ്ങള്, ഒലിവ് തോട്ടങ്ങള് എല്ലാം ഈ 150 ടീം കുറുക്കന്മാർ എന്നെന്തോ ചെയ്തു? കത്തിച്ചു. എന്തുകൊണ്ട്? അത് ഫെലിസ്തീന്റെ ദൈവം ആരാണെന്ന് അറിയാമോ?
ആരാണ്? ദാഗോനാണ് ഫെലിസ്ത്യന്റെ ദൈവം. സ്തോത്രം. ഇവന്റെ ഈ കറ്റ്, ഇവന്റെ ഈ മുന്തിരി, ഇവന്റെ ഒലിവും എല്ലാം എന്തുവാണെന്നറിയാമോ? ദാഗോന് വേണ്ടിയുള്ള മീറ്റ് ഓഫറിങ്സ് ആണ്. സ്തോത്രം. മനസ്സിലാവും? ഫെലിസ്ത്യന്റെ അധ്വാന ഫലം മുഴുവൻ തിന്നുന്നത് ഈ ദാഗോന്. ഇവനാണ് ഫെലിസ്ത്യ ശക്തി. ഇവൻ യഹോവയുടെ ശത്രുവാണ്. ജീവനുള്ള ദൈവത്തിന്റെ എതിരാളിയാണ്. ഇവന്റെ കയ്യും കാലും, പിന്നെ രണ്ട് ടൈപ്പ് കാണാം. ഒന്ന് മർമേഡിനെ പോലുണ്ട്, പിന്നെ കയ്യും കാലും ഉള്ളവനായിട്ടുള്ള പ്രതിമകള് ഫെലിസ്ത്യ ദേശത്തുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവനെ തകർക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്തോ ചെയ്യണം? നല്ല യോജിപ്പുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു 150 ടീമിനെ ഒരുക്കിയെടുക്കും. ഇസ്രായേൽ ദേശത്ത് ഒറ്റ മനുഷ്യൻ അങ്ങനെ ഇല്ലായിരുന്നു. മനസ്സിലായോ? ദൈവം തന്ന വിഷനിൽ നിന്നെ കൊണ്ട് വേല ചെയ്യാൻ ദൈവത്തിന് കഴിയത്തില്ലെങ്കിൽ ദൈവം മൃഗങ്ങളെ കൊണ്ട് ജയിപ്പിക്കും, കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കും. ദാഗോന്റെ സ്തോത്രം മീറ്റ് ഓഫറിങ്സ് ആണ് കാണുന്നത്. ഒലിവ് എണ്ണ അതിൽ ഇടിച്ചെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ അവരോട് കൊടുക്കും. സ്തോത്രം. അപ്പോൾ ദൈവം അഥവാ ശിംശോൻ ചെയ്ത മറ്റൊന്നുമല്ല, ദാഗോന്റെ മീറ്റ് ഓഫറിങ്സിന് എന്തോ ചെയ്തു? ദൈവം ഈ ന്യായവിധിയുടെ ബാൻഡ് ഓഫറിംഗ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. സകലത് കത്തി നശിച്ചു. ഇനി ഇവൻ എന്തോ എടുത്തു വെച്ചാൽ ദാഗോന് കൊടുക്കുന്നത്. അപ്പോൾ ശത്രുവിന്റെ ശക്തിയെ തകർത്ത് നിനക്ക് ദൈവം തന്ന ദർശനത്തിൽ നിലനിൽക്കണമെങ്കിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ചില കുറുക്കന്മാരെ നിനക്ക് കിട്ടണം. സ്തോത്രം. ദൈവസഭയിലെ ഓരോ വിശ്വാസിയും ഓരോ കുറുക്കന്മാരായിട്ട് മാറും. അവിടെ വിശ്വാസത്തിന്റെ പന്തം നിങ്ങളുടെ വാലിനിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധമായി വെച്ചിട്ടുണ്ടെങ്കിൽ നീ അടങ്ങിയിരിക്കത്തില്ല. പെന്തിക്കോസ്ത് നാളിൽ കണ്ടതുപോലെ എന്തോ ഉണ്ടായി? വലിയ കൊടുങ്കാറ്റ് വരാൻ ഈ 150 ടീമുകൾ പോകുന്നത്. വലിയ കൊടുങ്കാറ്റ് വരെ പോവുകയാ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ പോവുകയാ. ഹൃദയവും അതുപോലെ തന്നെ സ്തോത്രം നമ്മുടെ നാവും എല്ലാം ഒരുപോലെ ആയിത്തീരണം. ഹസ്ബൻഡ് പറയുന്ന ദർശനം പ്രാപിച്ച ഭർത്താവിന്റെ വാക്കും ദർശനം പ്രാപിച്ച ഭാര്യയുടെ വാക്കും എല്ലാവരും പറയട്ടെ, എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിലേ ആ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. എങ്കിലേ അവർക്ക് കർത്താവിന് വേല ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഭർത്താവ് ഇങ്ങോട്ട് പോകുന്നു, ദർശനമുണ്ട്, ഭാര്യയ്ക്ക് ദർശനമുണ്ട്, അവർ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിന് വേല നടക്കുമോ? ദാഗോന്റെ പാടശേഖരങ്ങൾ കത്തുമോ? കുറുക്കൻ പറയണടി ഞാൻ ഇങ്ങോട്ടാണ്, കുറുക്കത്തി പറയുകയാണ്, ഷീഫോക്സ് പറയാണ് ഞാൻ ഇങ്ങോട്ട് വാ. നോ, വൺ ടീം, വൺ ഹാർട്ട്, വൺ മൗത്ത്. അങ്ങനെ വേല ചെയ്തെങ്കിൽ മാത്രമേ നിന്റെ വിഷൻ പരിപൂർണമായി തീരട്ടെ. അതാണ് ശിംശോനെ ഹല്ലേലൂയ കണ്ട ഏറ്റവും വലിയ കാര്യം. ഒരേ ഹൃദയം മാത്രമല്ല, അപ്പോസ്തലന്മാർ പ്രത്യേകത എന്തുവായിരുന്നു? പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ 11 പേര് എഴുന്നേറ്റ്, ബാക്കി 10 പേര് പത്രോസിന്റെ പുറകിൽ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കണമേ, കർത്താവിന്റെ പേര് അഥവാ ദൈവം ഏൽപ്പിച്ച മിഷൻ പൂർത്തിയാക്കണമെങ്കിൽ അതിലെ സെയിം ഹാർട്ട് മാത്രം പോരാ, ഒരു ദാഗോനും ഈ വാലിന്റെ കെട്ടടിച്ചു കളയാനൊക്കത്തില്ല. ദാഗോന്റെ മുന്തിരി വള്ളികളും ദാഗോന്റെ ഒലിവിൻ തോട്ടങ്ങളും ദാഗോന്റെ കറ്റകളും കത്തി തീരുന്നത് വരെ nobody can separate us. Nobody can separate my vision. Nobody can separate this love. അതുപോലെ ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒരേ ടീമായിട്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേല ചെയ്യണം എന്നുള്ളതാണ് ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദർശനം വെളിപ്പെട്ട് വരും. അവിടെയാണ് നിങ്ങൾക്ക് ആലോചനകളെ കിട്ടുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം. എന്താ പറയുന്നത് അറിയാമോ? എന്റെ ദർശനത്തെ കുറിച്ച് പൗലോസ് പറയുന്ന സ്തോത്രം, പൗലോസിന് ദർശനം ലഭിച്ചപ്പോൾ ഗലാത്യലേഖനം 1:16-17 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. പൗലോസിന് ദർശനം കിട്ടിയപ്പോൾ പൗലോസ് ആരോട് ചോദിച്ചില്ല? മാംസരക്തങ്ങളോട് ചോദിച്ചില്ല, അപ്പോസ്തലന്മാരോട്. എന്തുകൊണ്ട് അപ്പോസ്തലന്മാരോട് ആലോചന ചോദിക്കാൻ? അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ഒരു ഡിഫറൻറ്റ് വിഷനാണ്. പൗലോസിന് കിട്ടിയ ജാതികളുടെ ഇടയിലെ സുവിശേഷമാണ്. അപ്പോസ്തലന്മാർക്ക് അത് കിട്ടിയിട്ടില്ല. ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളാവുന്നവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കത് അത്ര ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ദർശനം പ്രാപിക്കുമ്പോൾ മാംസരക്തങ്ങളോട് നിങ്ങൾ ഹല്ലേലൂയ ചോദിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്തുവാ? പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പഠിച്ചതും ഹല്ലേലൂയ സ്തോത്രം അല്ലേ, ഗലാത്യ ലേഖനത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ പഠിച്ചതും അതുപോലെ തന്നെ സ്തോത്രം ഞാൻ പ്രാപിച്ചതും എല്ലാം ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. മാംസരക്തങ്ങളല്ല എന്നെ പഠിപ്പിച്ചത്, ഞാൻ പഠിച്ചതും ഹല്ലേലൂയ മനുഷ്യന്റെ അല്ല, ക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തോ പറയുന്നത്? അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന്, കേട്ടോ, ഇത് നിങ്ങൾ വരയിട്ടു എല്ലാരും കാര്യം നിർത്തി പറഞ്ഞിട്ട്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസ്വർണ്ണക്കേട് കാണിക്കത്തില്ല. തീരുമാനമാ. എന്തുവാ സ്വർഗീയ ദർശനം? എന്തുവാ? ദൈവവചനത്തിനകത്ത് നിനക്ക് വേണ്ടി പറഞ്ഞ സകല വാഗ്ദത്തങ്ങളോട് കൂടിയ ദർശനങ്ങളാണ്. കർത്താവിന്റെ വേല ചെയ്യുവാൻ ദർശനം കിട്ടിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുക. പൗലോസ് പറയാ, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുന്ന കാര്യം എന്തുവാ? എനിക്ക് ലഭിച്ച ദർശനം ഹല്ലേലൂയ സ്തോത്രം ദൈവിക ദർശനമാണ്. ഞാൻ അതിന് അനുസരണക്കേട് കാണിക്കാൻ എനിക്കൊക്കത്തിന്റെ കാര്യം, ഞാൻ ദൈവത്തിൽ നിന്നാണ് പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഇമ്മീഡിയറ്റ് റെവല്യൂഷൻ, ഹല്ലേലൂയ സ്തോത്രം, that is the inspiration of God. സ്തോത്രം. What is immediate revelation? That is the inspiration. എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്ന് നമ്മളൊരു ദർശനം പ്രാപിച്ചാല് നമ്മൾ ആരോട് അതിനെ ക്ലാരിഫിക്കാനും ചോദിക്കേണ്ടത്? ബിക്കോസ് ദിസ് ഇസ് ആൻ ഇയർ ടു ഇയർ, ഐസ് ടു ഐ, ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. മനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിട്ട് പറയാനിരുന്നാൽ മാനിപ്പുലേഷൻ വിൽ ബി ദേർ. നിങ്ങൾ എവിടെ നോക്കി, ഏത് ശിശുവിടെ നോക്കിക്കോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിഷം പ്രാപിക്കാൻ എന്തോ ചെയ്യണം? Sit in the presence of God. ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവേ, എന്നോടുള്ള നിന്റെ വാഗ്ദത്തം എന്താണ്? എന്നോടൊന്നുകൂടെ നല്ല. അതാണ് ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുന്ന പ്രവാചകൻ, അടിയനിതാ, here I am, O God. അടിയനോട് കൽപ്പിക്കണമേ. പൗലോസ് പറയാൻ, ഞാനിത് കേട്ടിട്ട് പത്രോസിന്റെ അടുക്കൽ പോയിരുന്നുവെങ്കിൽ പത്രോസ് പ്രാപിച്ച ദർശനങ്ങൾ എന്നോട് പറയും, രണ്ടും കോൺട്രാഡിക്ഷൻ ആയിട്ട് തീരും. നീ കേട്ട് ദൈവത്തിന്റെ പൈതലേ, ഞാൻ പ്രസംഗിക്കുന്ന ഒരു മിഷനറിയോടാണ്, ഒരു മിഷനറിയോടാണ്. Every day sit in the presence of God. Ask your God, give your ear, give your eyes, give your heart. അവനിൽ നിന്നും പ്രാപിച്ച്, അവനിൽ നിന്നും കേട്ട്, അവനിൽ നിന്നും കണ്ടിട്ട് മനുഷ്യരോട് വിളിച്ചു പറയണം. ദൈവിക ശുശ്രൂഷ പ്രസംഗിക്കുന്നവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, എവറി ഡേ ചർച്ചിൽ ഒരു പ്രസംഗം കൊടുക്കണമെങ്കിലും, കൂട്ടുകാരനെ പ്രസംഗം കൊടുക്കണം, അജ്മാനി പ്രസംഗിക്കണമെങ്കിലും, അബുദാബി പ്രസംഗിക്കണമെങ്കിലും ദൈവത്തിൽ നിന്നും പ്രാപിച്ച് നിങ്ങളോട് ഞാൻ ഹല്ലേലൂയ ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ മാനുഷികമായ മായം അതിനകത്ത് വരും. പ്യുവർ മിൽക്ക് ഈസ് ഡിഫറൻറ്റ്, നീറ്റ് മിൽക്ക് ഈസ് ഡിഫറൻറ്റ്. ഞാൻ നല്ല ഒരു പാത്രത്തിനകത്ത് അല്ലേ, ഒരു പാത്രം നല്ലവണ്ണം കഴുകി തുടച്ച് അതിനകത്ത് ഒരു ഗ്ലാസ് മിൽക്ക് എടുത്ത് വെച്ചാല് എന്തായിരിക്കും? നീറ്റ് മിൽക്ക് ആയിരിക്കും അല്ലേ? പക്ഷേ പ്യുവർ മിൽക്ക് ആകണമെന്നുണ്ടോ? ഇല്ല. പ്യുവർ മിൽക്ക് ഈസ് പ്യുവർ മിൽക്ക്, നോ വാട്ടർ, നോ അഡിറ്റീവ്, ദാറ്റ് ഈസ് പ്യുവർ. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പ്യുവർ ആണ്. മനുഷ്യൻ നിന്ന് കേൾക്കുന്നത് വൃത്തിയുള്ളതായിരിക്കാം, ഒരിക്കലും അതിനകത്ത് പ്യൂരിറ്റി കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ദർശനം നമ്മൾ പങ്കുവെക്കുമ്പോഴും ദർശനം മറ്റുള്ളവരോട് പറയുമ്പോഴും നമ്മുടെ ഹല്ലേലൂയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും ഡയറക്റ്റ് പ്രാപിക്കുവാൻ സ്തോത്രം നമുക്ക് കഴിയണം. സ്തോത്രം. അപ്പോൾ യോനായ്ക്ക് പറ്റിയെന്താ? യോനായോട്, അതും ഒരു മിസ്റ്റേക്ക് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ദർശനത്തിന്. യോനായോട് ദൈവം പറഞ്ഞു, യോനയെ എവിടേക്ക് പോകണം? നിനവയ്ക്ക് പോകണം. പക്ഷെ യോനയ്ക്ക് ഇഷ്ടം എന്തുവാണ്? യോന തന്റെ ടീമിനോട് ചോദിച്ചില്ല. ആരോട് ചോദിച്ചു? തന്റെ സ്വയത്തോട് ചോദിച്ചു. എന്തിനാ ഞാൻ നിനവയ്ക്ക് പോകുന്നത്? കിടന്ന് കഷ്ടപ്പെടാൻ. അവർക്ക് മാനസാന്തരമൊന്നും വരാൻ പോകുന്നില്ല. എന്ത് ചെയ്തു? യോനായെ തന്റെ ഒരു സെക്യുലർ ഡിസിഷന് വേണ്ടി, ഒരു സെൽഫ് ഡിസിഷന് വേണ്ടി തന്നോട് തന്നെ ആലോചന ചോദിച്ചു. താൻ തർസീസിലേക്ക് പോയി. തകർച്ച തന്റെ ജീവിതത്തിൽ, ദർശനം മാറിപ്പോയി.
ദൈവത്തിന്റെ മക്കളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. യുനോ ഐസ്ബർഗ്, what is iceberg? You can see this is the surface of sea, ocean. വലിയൊരു ഐസ്ബർഗ് കടന്നു പോവുകയാണ്. ഈ ഐസ്ബർഗിന്റെ എത്ര ഭാഗം നമുക്ക് കാണാം? സ്മോൾ പാർട്ട്. സീ, നമ്മളെന്തോ ഇത് കണ്ടോളാം, നമ്മൾ എന്ത് ചെയ്യോ ഐസ്ബർഗ് വരുന്നു. ഈ ഐസ്ബർഗിനെ സംബന്ധിച്ച് ഈ ഐസ്ബർഗിന് ഇത്രയും പോലും കാണാൻ ഒക്കത്തില്ല. ഐസ്ബർഗ് നോക്കുമ്പോൾ അതിന് ചിന്തയുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ സീ ഐസ്ബർഗ് ഇസ് കമ്മിങ്, ഓ ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. സീ, കപ്പൽക്കാരെ നോക്കിയിട്ട് പറയാം. പക്ഷെങ്കിൽ ഐസ്ബർഗിന്റെ റിയാലിറ്റി എന്തുവാ? ഐസ്ബർഗിന്റെ 90% ഇൻസൈഡ് ദ ഓഷ്യൻ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ 10% പോലും നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. You may be in 48, you may be in 35, you may be in 60 or 70. നിങ്ങളുടെ ആൾക്കാലം എന്തുവാ? You don't know what you are. You don't know what ability you have. അത് നമ്മൾ എന്ത് ചെയ്യണം? We should dig. അത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യണം. അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എനിക്ക് എന്റെ കർത്താവ് തന്ന ദർശനത്തിനനുസരിച്ച് ഈ ദർശനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എന്റെ ബലം എന്തുവാ? എന്റെ ശക്തി എന്തുവാ? ഈ ഐസ്ബർഗ് കടന്നു പോയാല് ഇതിനേത് ഷിപ്പിനെ തകർക്കാം. അതാണ് ടൈറ്റാനിക്കിനെ പറ്റിയത്. ദൈവത്തിന് നീ അതും നീ വിശ്വസിക്കണം. എനിക്ക് ദൈവം ഒരു വിഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്തിരിക്കുന്നവളെ പോലല്ല, എന്നെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടറെ പോലല്ല, പിന്നെ എങ്ങനെയാ എന്നെ ദൈവം തെരഞ്ഞെടുത്തത്? ഫ്രം ദ വോംബ് ഓഫ് മൈ മദർ. അങ്ങനെയാണെങ്കിൽ ഐ ആം എ പെക്യൂലിയർ പേഴ്സൺ, ഐ ആം എ സ്പെഷ്യൽ പേഴ്സൺ. I can break everything. ഈ ദർശനം നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ നിന്നില്ല. നമുക്കൊരു കസേര കിട്ടിയാൽ ഓ ദിസ് ഈസ് വെരി ഗുഡ്, പ്രസിഡന്റ്, സെക്രട്ടറി, നല്ല ചെറുതരമിരിക്കാം. നോ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ളവൻ ഹിസ് ആൻ ഐസ്ബർഗ്. അവൻ അറിയത്തില്ല അവന്റെ എബിലിറ്റി അൺടാപ്ഡ് ആണ്. വാട്ട് ഈസ് സബ്മറൈൻ? ദിസ് ഈസ് സബ്മറൈൻ. എന്താ സബ്മറൈൻ എന്ന് പറഞ്ഞാല്? യുനോ സബ്മറൈൻ എപ്പോഴും എവിടെയായിരിക്കും? വെള്ളത്തിനകത്തായിരിക്കും, ഓഷ്യനകത്തായിരിക്കും. ആർക്കും അതിനെ കാണാൻ ഒക്കത്തില്ല. ഇപ്പുറത്തുനിന്ന് വരുന്ന ഒരു ഷിപ്പ് ഈവൻതോ അല്ലെങ്കിൽ സബ്മറൈന്റെ ഈ ഭാഗം ചിലപ്പോൾ സർഫസിന് മുകളിൽ വന്നിരിക്കും, അല്ലെങ്കിൽ ഇതിന് ഈ കുറച്ച് ഭാഗം വന്നിരിക്കും. കേട്ടോ, അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ കാണുന്നത് എന്തുവാ കാണുന്നത്? 2 വെർട്ടിക്കൽ പോസ്റ്റുകളാണ് കാണുന്നത്. അതിൽ കൂടുതൽ അവർക്ക് കാണാനൊക്കത്തില്ല. പക്ഷെങ്കിൽ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന സബ്മറൈനകത്ത് എത്ര ഷിപ്സ് ഇതിനകത്തുണ്ടെന്ന് അറിയാമോ? ബട്ട് നോബഡി നോസ്. പുറമെ നോക്കുമ്പോൾ ഒരു ലോഹത്തിന്റെ ഒരു കൂടൻ അതിങ്ങനെ മുങ്ങിയും താണുമൊക്കെ പോന്നു. നോബഡി നോസ് ഇറ്റ്. ഇത് വെള്ളത്തിനകത്താ. ഇതുപോലെ ഇന്ന് വിശ്വാസി സമൂഹത്തിനകത്ത് എന്നെയും നിന്നെയും പോലുള്ളവരെ സബ്മറൈൻസ് ആയിട്ട് കിടക്കുക. നമ്മുടെ യഥാർത്ഥമായ ഭാവം കണ്ടാൽ ദാഹോന്മാർ തകർന്നു വീഴും. മഞ്ഞ കണ്ടിട്ട് യാത്ര പുറപ്പെടാൻ ഒക്കുമോ? ശ്രമക്കൾക്ക് എന്നാ മഞ്ഞ കിട്ടിയേ? അടുത്ത മാസമാണ് കിട്ടുന്നത്. ആദ്യത്തെ 19 ദിവസം അവർക്ക് കിട്ടിയില്ല മഞ്ഞ. ആദ്യം കിട്ടിയത് കാടപ്പക്ഷിയാ. അപ്പൊ മഞ്ഞ കിട്ടുമെന്ന് പറഞ്ഞ് പുറപ്പെടാൻ ഒക്കത്തില്ല. നീ പുറപ്പെടണം, പോയി പറയണം. ആവശ്യമുള്ളത് കർത്താവ് പറയും കൊണ്ട് തന്നെ. പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് കർത്താവിന്റെ പേര് എന്നോ. എന്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ട്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ വീട്ടിലെ ഇത്രയും കുടുംബങ്ങളിൽ നിന്നും കർത്താവിനെ പേർ വിളിച്ചു. അടങ്ങിയിരിക്കാനൊക്കത്തില്ല. പ്രശ്നങ്ങൾ അവിടെ കിടക്കും. That is under my feet. ആദാമിന് തെറ്റുപറ്റിയത് എപ്പോഴാണെന്ന് അറിയാം? ആദാമിനെ ഹവ്വായ്ക്കും എപ്പോഴാ പറ്റും? സർപ്പം ആദാമിന്റെ കാലിന്റെ കീഴേ കിടക്കേണ്ടതാണ്. അതെന്തോ ചെയ്തു? അത് പറന്ന് മരത്തേക്ക്. പലർക്കും ഈ തെറ്റ് വരുന്ന ഈ കസേരയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ്. മനസ്സിലാക്കണം, ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടല്ല ദർശനം തന്നത്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് വിട്ടത്, കാണിച്ച ദേശത്തേക്കല്ല അബ്രഹാമിനെ വിട്ടത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം ഒരു സാധാരണ സൃഷ്ടിയായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ദൈവത്തിന് ഇതിൽ ചെയ്തെടുക്കാനുള്ള വലിയ പർപ്പസോടുകൂടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വസിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആമേൻ. പത്രോസ് മരുഭൂമിയിലെ കർത്താവിനോട് പോയി. കർത്താവ് പറഞ്ഞു, ഞാൻ മരുഭൂമിയിലേക്ക് പോവാ. പത്രോസ് നീ വരുന്നുണ്ടോ? വരുന്നുണ്ട്. യാക്കോബേ ഞാനും വരാം. യോഹന്നാനെ ഞാനും വരാം. 3 പേര് പോയി. ആര് മുമ്പിൽ പോയി? കർത്താവ് മുമ്പിൽ പോയി. പത്രോസ് പറയുന്നുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. മരുഭൂമിയിലേക്ക് ചെന്നു. വലിയ ദർശനമാണ്, വലിയ ദർശനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ ലഭിച്ചതിൽ ഏറ്റവും വലിയ ദർശനമാണ് ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. സ്തോത്രം. എന്തോ അവിടെ കർത്താവിന്റെ വസ്ത്രം, കർത്താവിന്റെ മുഖം എല്ലാം മാറി. ഏലിയാവ് വന്നു, മോശ വന്നു. ഇയർ ടു ഇയർ, ഐസ് ടു ഐസ് അവര് സംസാരിക്കുകയാണ്. പക്ഷേ പത്രോസ് എന്തിയേ? പത്രോസ് ഏത് കൂട്ടായ്മ നിങ്ങൾ നോക്കിയ പത്രോസിനെ നല്ല ഉറക്കമാണ്. പത്രോസ് പറഞ്ഞു, കർത്താവ് എല്ലാം കഴിഞ്ഞു, ഇറങ്ങി വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, എല്ലാം കണ്ടോ? ട്രാൻസ്ഫോർമേഷൻ മൗണ്ട് വെച്ചതന്നെ. പത്രോസ് എടുത്ത എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? കർത്താവേ ഇവിടെ ഇരിക്കുന്ന നല്ല രസമാ, കർത്താവിന്റെ പേരേക്ക് പോകണ്ട, സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങാം, ഒരു പ്രശ്നവുമില്ല. കാനാഹെ മജാഹെ പീനാഹെ സബ്കുച്ച്, എങ്ങും പോകണ്ട, വിശപ്പേ ഇല്ല. എന്തോ നല്ല സീൻസ് ആണെന്ന് അറിയാമോ ഞാൻ കാണുന്നത്. ഇവിടെ ഇരിക്കുന്നത് നല്ലതാ, നമുക്ക് ഇവിടെ ഇരിക്കാം. യാക്കോബ് യോഹന്നാനും പറഞ്ഞു, പീറ്റർ പറഞ്ഞത് ബറാബർ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ദൈവം നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കാനല്ല പത്രോസേ. ദൈവം നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നത് നീ ഭൂമിയുടെ അറ്റത്തോട്. ദുബായ് ഈസ് ഗുഡ്, അജ്മാൻ ഈസ് ഗുഡ്, അബുദാബി ഈസ് ഗുഡ്, ഷാർജ ഈസ് ഗുഡ്, ഇവിടെ ഇരിക്കുന്നത് നല്ലതാ. ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ സബ്മറൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പത്രോസിന്റെ കാഴ്ചപ്പാടാണ് കുടിൽ ദർശനം. ഇതാർക്കും ഉണ്ടാകില്ലേ? പത്രോസ് എന്താ പറഞ്ഞു? എന്നിട്ട് 3 കുടിലുണ്ടാക്കാം. ഒന്നിനകത്ത് അവിടെ നിന്ന് കയറിക്കും, പിന്നെ 1 മോശയ്ക്കും, പിന്നെ നീ ഇവിടെ പോയി കിടക്കും. എനിക്ക് കിട്ടിയതിനെ കിടക്കണം, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇത് വലിയ ദർശനമാണ്. കുടിലുണ്ടാക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, ദേശങ്ങളെ നേടുവാൻ. ദേശാന്തര സുവിശേഷം, രാജ്യാന്തര സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമില്ല. ഒറ്റ സുവിശേഷമേ ഉള്ളൂ, ആഗോള സുവിശേഷീകരണം, ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ. ചിലർ പറഞ്ഞാൽ നമ്മുടെ രാജ്യാന്തര സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് നാളെ വൈകിട്ട് ഇന്ന സ്ഥലത്ത് ജപൂസുകൾ നടത്തും. അങ്ങനെ ഒരു സുവിശേഷം ബൈബിളിനകത്ത് ഇല്ലെന്ന്. രാജ്യാന്തര സുവിശേഷം എന്ന് പറഞ്ഞേ there is only one gospel, that is global gospelization. പത്രോസിനെ പോലെ നമ്മൾ പലരും എന്തുവാ കുടിലിന്റെ സുവിശേഷവുമായിട്ട് കുത്തിയിരിക്കുക. എങ്ങും പോകണ്ടല്ലോ, ഇതിനകത്ത് അംഗീകരിക്കാം. ഒരു സഭയായി സഭപാത്രോട് വന്ന 10-15 വർഷമായിട്ട് സഭയായി, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, കുറച്ച് ആൾക്കാരുണ്ട്, ദശാംശമൊക്കെ കിട്ടും, കാര്യങ്ങൾ കിട്ടും, ഇവിടെ തന്നെ അംഗീകരിക്കാം. ദൈവം നിന്നെ ഏൽപ്പിച്ചത് അതല്ല. നിങ്ങളെ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ച അതല്ല. അതുകൊണ്ടാണ് കർത്താവ്, ഞാൻ എപ്പോഴും പറയും അല്ലേ, ഹല്ലേലൂയ സ്തോത്രം, അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട കെന്നഡി മരിച്ചത് 6.5 മണിക്കൂർ കൊണ്ട് ലോകം മുഴുവനും അറിഞ്ഞു. അരുമനാഥൻ കാൽവറിയിൽ കിടന്ന് മരിച്ചിട്ട് 2000 വർഷമായി. വടക്കേന്ത്യയിൽ പലർക്കും അറിയത്തില്ല. യേശു ഈസോമസി കോനെ കാര്യം എന്തുവാ? ഹല്ലേലൂയ സ്തോത്രം. ജോൺ എഫ് കെന്നഡി മരിച്ചപ്പോൾ അത് ലോകത്തെ വിളിച്ചറിയിക്കേണ്ടവരെ അവരുടെ ദൗത്യം ചെയ്തു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ വിളിച്ചറിയിക്കേണ്ട ഞാനും നീയും ആ ദൗത്യം ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാ എന്റെ കർത്താവിന്റെ മരണം ഇന്നും ആരും അറിയാതെ. അതിന് നിന്നെ തെരഞ്ഞെടുത്ത് എങ്ങനെയാ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ തെരഞ്ഞെടുത്തിട്ട് പോലും നീ ആ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വൈതലേ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറ്റക്കാരാ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഇരിക്കേണ്ടവരല്ല നമ്മള്, ഒരു കുടിൽ മിനിസ്ട്രി നടത്തേണ്ടവരല്ല നമ്മള്. സ്തോത്രം, അത് നമ്മുടെ ദർശനത്തിന്റെ ഷോർട്ട് സൈറ്റ് ആണ്. നമ്മുടെ സഭയിൽ വരുന്നവർ എന്നെ കൂടുതൽ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടവരാണ്, ശക്തരായി തീരേണ്ടവരാണ്. എങ്കിലേ അടുത്ത തലമുറയ്ക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ നാം ഇവിടെ ഇരിക്കുന്ന നല്ലത് 3 കുടിലുണ്ടാക്കാം, അതല്ല യഥാർത്ഥമായ സുവിശേഷീകരണം. യഥാർത്ഥമായ സുവിശേഷീകരണം ഹല്ലേലൂയ നമ്മുടെ ഷോർട്ട് സൈറ്റിനെതിരെ
ഹല്ലേലൂയ സ്തോത്രം. ദർശനത്തിനെതിരെ, വേലയ്ക്കെതിരെ സാത്താന്യ ശക്തികളുടെ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മക്കളെ തളർന്നു പോകണ്ട. ഹല്ലേലൂയ സ്തോത്രം. ഏലിയാവിനെ പറ്റിയതാ. ഏലിയാവ് വലിയ കാര്യമൊക്കെ ചെയ്തിട്ട് ഓടിപ്പോയി യിസബേൽ കൽപ്പന പുറപ്പെടുത്തി, നാളെ ഈ സമയമാകുമ്പോൾ ഞങ്ങളുടെ പ്രവാചകന്മാർ ഒരുത്തന്റെ തല കൊയ്തെടുത്തതുപോലെ ഏലിയാവിന്റെ തല ഞാൻ കൊയ്തെടുക്കാൻ പോകാം. കർമ്മേലിന്റെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഷിക്തനായ ഏലിയാവ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ചൂരച്ചെടിയുടെ ചൂട്ടിലിരിക്കുക. നീ മരിക്കത്തില്ല, മരണം കൂടാതെ നിന്നെ അഗ്നിയാശ്വങ്ങൾ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത് ഏലിയാവ് ഇപ്പൊ എന്തോ പറയുന്നത്? എനിക്ക് മരിക്കണം. നിന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിലേ ആ വാഗ്ദത്തത്തിനെതിരെ സാത്താന്യ ശക്തികൾ എത്ര വെല്ലുവിളി നടത്തിക്കോട്ടെ, സുവിശേഷം തകർന്നു പോകത്തില്ല. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ദൈവമക്കളെ, ഈ സുവിശേഷം ഭൂമിയിൽ നിന്നും പ്രാപിച്ചതുപോലെ ലോകത്തിലെ സകല യുദ്ധങ്ങളും മനുഷ്യൻ ഭൂമിയിൽ നിന്നും എടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രാപിച്ച ഒന്നേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനമാണ്. അത് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സൻബല്ലത്ത് വേല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സുവിശേഷ വേലയ്ക്ക് ശക്തമായ തടസ്സങ്ങൾ അവിടെ കടന്നു വരും. ഞമ്മ ആ വേലയ്ക്ക് ഇറങ്ങിയപ്പോ എന്താ ഉണ്ടായി? സൻബല്ലത്തും തോബിയാവും ശബരിയാസനും എല്ലാം ഒക്കത്തിൽ ഒറ്റ കല്ല് വെക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രാജാവിനോടൊന്നും പറയാൻ പോയില്ല. രാജാവിന്റെ കൽപ്പനയാണ്. ദേശാധിപതികളോട് പറഞ്ഞു, യാഗത്തിന് ആവശ്യം കൊടുത്തേ. ഏത് ദർശനമായിക്കൊള്ളട്ടെ, ഒരു യഥാർത്ഥ ദർശനത്തിന് പിന്നിൽ സാത്താന്യ ശക്തികൾ എഴുന്നേറ്റ് വരും. നിന്നെ തകർത്തു കളവാനുള്ള ശക്തി എഴുന്നേറ്റ് വരും. നീ മരിക്കത്തില്ല ദൈവവേദനയെ. ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും, ദർശനം പ്രാപിച്ചവന്റെ തലയില് മുടി പോലും ദൈവത്തിന് വിലയുള്ളതാണ്. സ്തോത്രം. ദൈവം അറിയാതെ അതുപോലും താഴെ വീഴത്തില്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അവിടെയാണ് പ്രാർത്ഥന. സുവിശേഷത്തിന്റെ വ്യാപാരം നമുക്കാണ്. അഥേനയിലെ പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം? അഥേനയിൽ ഗ്രീക്കിൽ എന്തുവായിരുന്നു? ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രമാണ് പറയുന്ന പ്രശ്നം. യവനൻ എന്തോ ചെയ്യും? അവൻ എന്തോ ചെയ്യുന്നത്? അവൻ അറിവാണ് അന്വേഷിക്കുന്നത്, ജ്ഞാനമാണ് അവൻ അന്വേഷിക്കുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത് എഫേസസിലേക്ക് വന്നപ്പോ എന്തുവായിരുന്നു? എഫേസസിലെ എന്താണ്? ക്ഷുദ്രമാണ്. പൗലോസിനെ കൊന്നുകളയാൻ മന്ത്രവാദം ചെയ്യുമായിരുന്നു. ഇന്ന് നൈജീരിയയിലൊക്കെ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യാൻ നിങ്ങൾ പോയാല്, നൈജീരിയ, ആഫ്രിക്കയിലൊക്കെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടുവന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവിടെയൊക്കെ നമ്മൾ ചെന്ന ക്ഷുദ്രമാണ്. മനസ്സിലായി? നൈജീരിയയിലേക്ക് ഓരോ വീട്ടിൽ ചെന്നാല് അവിടെ പ്രത്യേകിച്ച് ഇന്ത്യൻ പഴയ പണ്ട് നൈജീരിയയിൽ പോയി പിന്നെ വസിക്കുന്ന ഇന്ത്യൻസ് ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നൊക്കെ ബോർഡ് തൂക്കിയിരിക്കുന്ന പോലെ അവിടെ ക്ഷുദ്രക്കാരെന്നുള്ള ബോർഡ് തൂക്കിയിട്ടിരുന്നത്. അതുപോലെ ബിലീവ് ഇൻ that type of that blind faith. വിശ്വാസത്തിലൊക്കെ അവർക്ക് അത്രമാത്രം അവർക്ക് വിശ്വാസമാണ്. പൗലോസിന്റെ ജീവിതം അതായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ എല്ലായിടത്തും ഇന്ത്യയുടെ പ്രശ്നം എന്തുവാ? ലോകത്തിൽ നമ്മൾ ഇന്ത്യ, ചൈന, ആഫ്രിക്ക നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആണ്. ചൈനയിലെ പൊളിറ്റിക്സ് ആണ് മെയിൻ പ്രോബ്ലം. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. പക്ഷേ സുവിശേഷം ഇതുകൊണ്ടൊന്നും തകർന്നു പോകുന്നില്ല. സ്തോത്രം. അവിടെ എല്ലാം നമുക്ക് നിൽക്കാനുള്ളത് ദൈവം തരുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്നു, അസാമാന്യ വീര്യപ്രവൃത്തികൾ പൗലോസിനെ കൊണ്ട് ജയിപ്പിച്ചു. അഥേനയിലെ അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗക്കാരെ ഏലസ് കെട്ടിയ സ്ഥാനത്ത് പൗലോസിന്റെ ശരീരത്തിൽ നിന്നും വീണ റൂമാലെ ഏലസിന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞു. പൗലോസിന്റെ മേലുള്ള ഉത്തരീയം മന്ത്ര പുടവയുടെ ശക്തിയെ തകർത്ത് കളഞ്ഞു. അതാണ് അവിടെ പറഞ്ഞത്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരിടത്ത് മാത്രമേ നമ്മൾ അടയാളം കാണുന്നുള്ളൂ. ഉത്തരീയവും തന്റെ റൂമാലും കൊണ്ടിട്ടപ്പോൾ രോഗികളെ സൗഖ്യം. എന്തുകൊണ്ടാ? ആ രോഗികളാക്കി തീർന്നത് അവിടുത്തെ ഏലസിന്റെ ശക്തിയായിരുന്നു. എന്റെ മക്കളെ, ദൈവമക്കളെ, ഇത് കേവലം വീടിനകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല. ഇത് തുറന്ന് കണ്ടോ? എന്റെ ബൈബിളിനെ CP ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. ഇത് തുറന്ന് കാണിക്കാനുള്ളതാ. ഒരു രാജ്യത്ത്, ഒരു ദേശത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോരെന്തമാണെന്നുള്ളത് വിഷനിലൂടെ ദൈവം വെളിപ്പെടുത്തി തരും. നമ്മുടെ ജിയോഗ്രഫി പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല.
ഒരു രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഭാരമാണ്. ഇപ്പോൾ രജിപ്പാസ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് നൈജീരിയയെ പറ്റി ഒരു വെളിപാട് തരണമെന്ന് ഇന്ന് പ്രാർത്ഥിച്ചാൽ ഞാനവിടെ പോകാമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നൈജീരിയയുടെ കംപ്ലീറ്റ് വിഷൻ രജിക്ക് ഇവിടെ കിട്ടിയിരിക്കും. എന്നിട്ട് ദൈവം നമ്മളെ അയക്കത്തുള്ളൂ. എന്നിട്ട് ദൈവം നമ്മളെ അയക്കത്തുള്ളൂ. അത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏലത്തിന്റെയും ചരടിന്റെയും ശക്തിയെ തകർക്കുവാൻ തക്കവണ്ണം റൂമാലിന്റെയും മുത്തിരിയത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധമായ ശക്തിയെ പകർന്നു കൊടുത്തു. അതാണ് അസാമാന്യ വീര്യ പ്രവൃത്തികൾ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ, സുവിശേഷത്തിനെ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന് ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ സ്കേവായുടെ പുത്രന്മാരെ എന്താ പറഞ്ഞു? ഞങ്ങളും അത് ചെയ്യാൻ പോവാം. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിന്. ഭൂതം എന്താ പറഞ്ഞു? സ്കേവയുടെ മോനല്ലയോ? ഫാദർ സ്കേവായെ എനിക്കറിയാം, നിന്റെ അപ്പനെ. സ്തോത്രം. നിന്നെ ഒരു പരിധി എനിക്കറിയാം എങ്ങനെയാണെന്ന്. പക്ഷെ നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് ദൈവത്തെ അറിയാം, പൗലോസിനെ ദൈവത്തെ അറിയാം, പൗലോസിനെ അറിയാം. നീ ആരാ? സ്തോത്രം. വെള്ളി ലഭിക്കാത്തവൻ, വെളിപാട് ലഭിക്കാത്തവൻ, ദർശനം കിട്ടാത്തവൻ, സ്തോത്രം, ഭൂതങ്ങളെ പുറത്താക്കാൻ ഇറങ്ങിത്തിരിക്കല്ലേ. അത് ഞങ്ങൾക്കുള്ള പണിയാ, നിങ്ങൾക്കുള്ള പണിയാ. ഹല്ലേലൂയ. ഞങ്ങൾ കൈവച്ചാൽ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ ഭൂതം പുറത്തു പോകും. അധികാരമുള്ള മന്ത്രവാദികളാ നിങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ എവിടെ അനുവാദം കിട്ടി? I know Paul. I know his cry. നീ ആരാ എന്നെ പുറത്താക്കാൻ? ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, കേവാടെ പുത്രന്മാർ ഓടി ഓട്ടം, തങ്ങളുടെ വസ്ത്രങ്ങൾ പോലും കളഞ്ഞിട്ട് അവർ നഗ്ന ഓട്ടം നടത്തി അവിടെ പറഞ്ഞിരിക്കുന്നു. മുറിവേറ്റവരായിട്ട് ഭൂതം കയറി പറഞ്ഞു. ദൈവകൃപയില്ലാതെ ഭൂതത്തെ പുറത്താക്കാൻ പോകല്ലോ. ഹല്ലേലൂയ. അവിടെ ഇവിടെ സൂചന പറയുന്നതിന്റെ സമയത്ത് ഭൂതമുണ്ടെന്ന് നമുക്കറിയാം. ഒറ്റയടിക്ക് ഭൂതത്തെ പുറത്താക്കാൻ പോലെ അവനെ രക്ഷിക്കപ്പെടുത്തണം, കൃപയിലേക്ക് കൊണ്ടുവന്നിട്ട് ഭൂതത്തെ ശാസിക്കും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണമേ, സ്തോത്രം, ഈ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ എല്ലായിടത്തും എന്തോ ഉണ്ട് അല്ലേ? താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 19-ാമത്തെ വാക്യത്തില് അവിടെ കാണുന്നു, അവിടുത്തെ മന്ത്രവാദികൾ എഴുതിയ മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങള്. ഹല്ലേലൂയ. ഞങ്ങൾ നേപ്പാളിൽ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ ഇതേ കാര്യം അവിടെ നടന്നു. വാട്ടർ കോൾ ഞാനത് കാണിക്കാം, നിങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വാട്ടർ കോളിന്റെ സമയമാകുമ്പോൾ ആൾക്കാർ ആ പുസ്തകങ്ങൾ കൊണ്ടെത്തുന്നു. ഞങ്ങൾക്ക് യേശുവിനെ മനസ്സിലായി. നീ ഞങ്ങൾ ഈ പുസ്തകങ്ങളിൽ ആശ്രയിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുക, അതിന്റെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 50,000 വെള്ളിക്കാശ് വില അതിനുണ്ടെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞ പുസ്തകം ചുട്ടുകളയാൻ. ദർശനം ലഭിച്ച പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ, മന്ത്രവാദത്തിന്റെ ശക്തി അവിടെ തകർന്നപ്പോൾ, ബൈബിൾ അവിടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ, സുവിശേഷം അവിടെ ഉയർന്നപ്പോൾ, സുവിശേഷത്തിനെതിരെ നിന്ന അന്ധകാലത്തിന്റെ വ്യാപാരങ്ങൾ തീക്കിരയായിത്തീരുക അവിടെ ചെയ്തത്. ഇതാണ് കഴിഞ്ഞ സമയം നമ്മുടെ കുറുക്കന്മാരുടെ ജീവിതത്തിൽ കണ്ടത്. കുറുക്കന്മാരുടെ മേൽ അഭിഷിക്തനായ ശിംശോന്റെ കാരം ഒന്ന് തൊട്ടു, രണ്ടിന്റെ വാല് പിടിച്ച് കെട്ടിയപ്പോൾ ആ വിശ്വാസം അല്ലെങ്കിൽ ആ മൃഗങ്ങളിലേക്ക് ഒന്ന് വ്യാപരിച്ചു കാണും. അല്ലെങ്കിൽ ശിംശോന്റെ പ്രാർത്ഥനയോടെ ഒന്ന് വ്യാപരിച്ചു കാണും. കടന്നു പോയത് ഹല്ലേലൂയ സ്തോത്രം, ദാഗോന്റെ സകല നന്മകളെയും തകർന്നു. 50,000 വെള്ളിക്കാശ് വിലയുള്ള വില കൂടിയ ഒരു ഗ്രന്ഥശേഖരമാണ് അവിടെ ശാമ്പലായത്. അറിയാൻ ഐസ്ബർഗ് നിന്റെ മുമ്പില് തകർന്നു പോകാത്ത ഏത് കപ്പലുണ്ട്? ഏത് തർശീഷ് കപ്പലുണ്ട്? ദൈവം ഈ അഭിഷേകത്തോടെ വേണ്ടി പകൽക്കാലം പുറത്തുപോകാൻ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഒരിക്കലും പെർസിക്യൂഷന് തകർക്കാവുന്നതല്ല ഗോസ്പൽ. ഹല്ലേലൂയ. നൈജീരിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെ സ്തോത്രം, ഇറ്റ് ഈസ് ദേർ. നമ്മള് സുവിശേഷ വേല എന്നൊക്കെ നമ്മൾ കാണുന്നതല്ല. ഇന്ന് നൈജീരിയ നടക്കുന്ന റെയ്നോൾഡ് ബോങ്കയുടെ കൺവെൻഷൻ, നിങ്ങൾക്ക് ഈ ആൾക്കാർ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അപ്രോക്സിമേറ്റ് എന്ന് പറയാമോ? ദിസ് ഇസ് എ കൺവെൻഷൻ. സുവിശേഷം എന്തെന്ന് അറിയാൻ വേണ്ടി രാജ്യത്ത് സുവിശേഷം വ്യാപരിക്കുക. കർത്താവിന്റെ അപ്പോസ്തലന്മാരല്ല ഇവിടെ
നിങ്ങളെ പോലുള്ള എന്നെ പോലുള്ള an ordinary personality. Can you imagine? 6 million, 4 million, 3.5 million. Not only in Nigeria. റെയ്നാൾഡ് ബോങ്കയുടെ ഒറ്റ കൺവെൻഷനില് മനസ്സിലായോ കേട്ടോ 6 ലക്ഷം ആൾക്കാർ, 65 ലക്ഷം ആൾക്കാർ, 6.5 മില്യൺ. സ്തോത്രം. എന്തുകൊണ്ടാ? അന്ത്യകാലത്ത് സകല ചെടകളുടെ മേലോ എന്റെ ആത്മാവിനെ ഞാൻ പകരുമെന്നുള്ള വാഗ്ദത്തം നിന്റെ വിഷന്റെ പുറകിലുണ്ടെന്ന കാര്യം നീ മറക്കല്ലേ. നിന്റെ ഭാഷ കൊണ്ടല്ല, നാവ് കൊണ്ടല്ല. റെയ്നാൾഡ് ബോങ്കെ നമ്മളെപ്പോലെ ഒരു ഓർഡിനറി മനുഷ്യനാണെന്നേ. നമ്മളെപ്പോലെ പ്രത്യേകതകളൊന്നും നമ്മളെക്കാൾ അദ്ദേഹത്തിനില്ല. ബട്ട് നിങ്ങൾക്കറിയാം 4.5 മില്യൺ പീപ്പിൾ ഗാദർഡ് ഇൻ സുഡാൻ, ഇസ്ലാമിക് രാജ്യം. ഇന്ന് അവിടെ പെർസിക്യൂഷൻ ഉണ്ട്. റെയ്നാൾഡ് ബോങ്കയുടെ വാഹനവ്യൂഹം പോകുമ്പോൾ അതിന് കൺവെൻഷൻ സ്ഥലത്ത് എത്താനൊക്കത്തില്ല. അതുപോലെ ആൾക്കാർ ഇടിച്ചു തള്ളിയാ വരുന്നത് കണ്ടോ. 6 ലക്ഷം ആൾക്കാരാണ് സൗത്ത് ആഫ്രിക്കയിലെ ഒറ്റ കൺവെൻഷനിൽ പങ്കെടുത്തത്. സുവിശേഷം ജയിക്കുന്നതാണ്. ഡിസിഷൻ കാർഡ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തത് 50 ലക്ഷം ആൾക്കാരാണ്. ഞാനും നിങ്ങളും ഇതുപോലെ ബോങ്കേമാരായി തീരട്ടെ. നമ്മൾ ഇതുപോലെ പ്രസംഗിക്കാൻ ഇറങ്ങിയാലേ, നമ്മൾ ഇതുപോലെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാലേ അല്ലെങ്കിൽ ദൈവം രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ ശ്രമിക്കും. ഇതിനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മനസ്സിലായോ? ഇത് ബീഹാറിലെ കൺവെൻഷൻ നമ്മൾ നടത്തിയ സ്തോത്രം. അനേക ആൾക്കാർ അവിടെ വന്നു. അവർക്ക് അറിയില്ല പക്ഷേ സത്യം അതിന് അവിടെ പറയുമ്പോ ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഇത്രയും പ്രസംഗം അവിടെ പ്രസംഗിച്ചാല് അവിടെ കുറഞ്ഞത് ഞാൻ കണ്ടതാ ഒരു 95 അത്ഭുതങ്ങളും വീര്യപ്രവർത്തനങ്ങളും അവിടെ നടന്നിരിക്കും. പുൽപ്പിറ്റി കയറി വന്ന് പറയും, ഞാൻ 18 വർഷമായിട്ട് രോഗിയാണ്, ഞാൻ 2 വർഷമായിട്ട് ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, ഇന്ന് യേശു എനിക്ക് സൗഖ്യം തന്നു. ഇതിനെ നിങ്ങൾ സ്തോത്രം കണ്ടോ. ദിസ് ഇസ് അവർ കൺവെൻഷൻ നേപ്പാൾ. നേപ്പാളിനെ ദൈവത്തിന്റെ പരിശുദ്ധമായി തൊട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെ എതിർപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മുതലേ സ്തോത്രം. This is the time of harvest. This is the time of vintage. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കൊയ്ത്തിന് വേണ്ടി ദിനങ്ങൾ വെളുത്തിരിക്കുന്നു. നമ്മൾ തയ്യാറാണ് കടന്നുവാൻ. ഇവരെല്ലാം അതിലെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ഞാൻ ജോണി പാസ്റ്റർ പോയതിന് മുമ്പത്തെ തവണ ഞാൻ പോയപ്പോൾ ഒരു ചന്ത സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. അവിടെ കൂടി 1000കണക്കിന് ആൾക്കാർ. പൗലോസ് പ്രസംഗം ചന്തസ്ഥലം, ദാറ്റ് ഈസ് എ മാർക്കറ്റ് ഡേ. എല്ലാ ആഴ്ചയിലും ഒരു മാർക്കറ്റ് അവർക്കുണ്ട്. അന്നാണ് അവര് പർവ്വതത്തിൽ നിന്നും സാധനം മേടിക്കാൻ മാർക്കറ്റിൽ ഇറങ്ങി വരുന്നത്. അവിടെ അന്ന് സാധനം മേടിച്ചിട്ട് ആ സാധനങ്ങൾ അവരെ കൊണ്ട് ഒരു സാധനത്ത് കൊണ്ട് വെച്ചിട്ട് പ്രസംഗം കേൾക്കാൻ കടന്നു വന്ന് നിൽക്കുകയാണ്. ദർശനം ലഭിച്ച നമ്മളാകുന്ന സബ്മറൈൻസ് ആരും അറിയാതെ കിടക്കുക, ഭർത്താവിനുടെ എന്തെങ്കിലും ആയിത്തീരുക. അപ്പോ റൊണാൾഡ് ബോങ്കയുടെ കൺവെൻഷന് 65 ലക്ഷം ആൾക്കാർ വരുമെങ്കിൽ നമ്മുടെ കൺവെൻഷന് 10 പേരെ വരത്തുള്ളൂ. ആ 10 പേരെ 5 കുറുക്കന്മാരുടെ ടീമുകളാക്കി തീർക്കുക. സെൻഡ് ദം ടു നൈജീരിയ, സെൻഡ് ദം ടു ആഫ്രിക്ക. ദാഗോന്റെ പടനിലങ്ങളുടെ കത്തിത്തി സുവിശേഷത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിഞ്ഞേക്കും. They can disturb gospel, but they cannot disturb gospel. Amen. Hallelujah. റൊണാൾഡ് ബോങ്കയുടെ കൺവെൻഷൻ നടന്ന സ്ഥലത്ത് ഇന്ന് സുവിശേഷത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം they can the demonic spirit, the demonic powers can disturb the gospelization, but they cannot disrupt it. നമ്മൾ എപ്പോഴും കാണുന്നത് സുവിശേഷത്തിന്റെ പ്രതികൂലങ്ങളെയാണ്. That is your mistake. ഇന്ത്യയിലെ ആൾക്കാരെ പിടിച്ചു കൊല്ലുന്നു, അവിടെ പിടിച്ചു കൊല്ലുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചാൽ കൂടുതലും വാള് മുഖാന്തരം മരിച്ചവരെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വായിച്ചു പോകുമ്പോഴോ എല്ലാം സുവിശേഷം വ്യാപരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദർശനമാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്റെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, പിന്നെ എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെയാണ് വരുന്നത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോഴേ
അഭിഷേകം പ്രാപിച്ചവൻ, ദർശനമുള്ളവൻ. നിങ്ങളെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെറും സുവിശേഷമായിരിക്കും. പക്ഷെ ഈ സുവിശേഷത്തിന് പിന്നിൽ ദൈവം എന്തോ ചെയ്യുന്നുണ്ട്? അത്ഭുത വീര്യപ്രവൃത്തികൾ അയക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങള് കണ്ണുകൊണ്ട് പ്രകടമായിട്ട് കണ്ടിട്ടുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ ജന്മനാ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടവര് സ്റ്റേജിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു പോയിട്ടുണ്ട്. കാര്യം എന്തുവാ? We are preaching the gospel and God is doing his miracle. അതാണ് പൗലോസ് പറഞ്ഞത്, എന്റെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, കരങ്ങളെടുത്ത് പറഞ്ഞിട്ട് ശക്തിയോടെ, പരിശുദ്ധമായ ശക്തിയോടെ. ഹല്ലേലൂയ. ധൈര്യം വന്നിട്ടുള്ളവർ ദയവായിട്ട് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ദർശനം പ്രാപിച്ച നമ്മള് അടങ്ങിയിരിക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ മുമ്പില് നിങ്ങൾ ഏത് ഒഴിഞ്ഞ പാത്രം കൊണ്ടുപോവാ, കർത്താവ് എന്ത് ചെയ്യും? പക്ഷെ പാത്രത്തിന്റെ എണ്ണം, റൊണാൾഡോയുടെ കൺവെൻഷനകത്ത് 62 പാത്രം നിറയ്ക്കും. ഞങ്ങളുടെ കൺവെൻഷനകത്ത് ഒരു 6 പാത്രം മതി. നോ, ദാറ്റ് ഈസ് എ കുടിൽ വിഷൻ, കോട്ടേജ് വിഷൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നമ്മുടെ സഭയിൽ നിന്നും അനേകരെ കർത്താവ് ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്ക് അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പിന്നാലെ ആരുണ്ട്? ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാൻ നമ്മുടെ ദൈവമുണ്ട്. നമ്മുടെ ഡ്യൂട്ടിയാണ് അയൽപക്കക്കാരോടൊക്കെ ചെന്ന് പറയണം. സൂചിച്ചേട്ടൊക്കെ പറയാൻ പോകുമ്പോൾ, പാത്രം മേടിക്കാൻ പോകുമ്പോൾ ഈ സൂചിച്ചേട്ടൻ കൊണ്ട് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവരെന്തോ പറയും? ചുമ്മാ ഞാൻ നേരത്തെ ബന്ധുക്കോതേരുകാർ ഇവിടെ വന്നതാ, അവരെ ഞങ്ങളെ കളിപ്പിച്ചിട്ട് പോയി, അവരോട് ഇത് പറഞ്ഞു, അവരിത് പറഞ്ഞു, അവരത് മേടിച്ചോണ്ട് പോയി, കാശ് മേടിച്ചിട്ട് തിരിച്ചു തന്നില്ല. ഇതൊക്കെ പറഞ്ഞു. ഈ വിധവ പോയപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലയോ? നിങ്ങൾ നോർത്ത് നോക്കി. വിധവ ചെന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് പറയാ, അയ്യോ ഞങ്ങളുടെ ചായ മരിച്ചു പോയി, എനിക്കൊരു കുറച്ച് ഒഴിഞ്ഞ പാത്രം തരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന്. ഒഴിഞ്ഞ പാത്രം കഴിഞ്ഞ ആഴ്ച നീ അരി മേടിച്ചോണ്ട് പോയില്ലയോ? എന്താ തിരിച്ചു തരാഞ്ഞ്? കാപ്പിപ്പൊടി എന്തിയാ മേടിച്ചോണ്ട് പോയത്? ആദ്യം വെളിച്ചെണ്ണ ഇവിടെ വെച്ചിരുന്ന, നാളെ തരാമെന്ന് മേടിച്ചോണ്ട് പോയതല്ലയോ? എന്തിയോ എന്താ കൊണ്ട് തരാഞ്ഞ്? വിധവയ്ക്ക് അവള് കേട്ട ദർശനത്തോടെ അവൾ അനുസരണക്കേട് കാണിച്ചു. അവരോട് പ്രവാചകൻ പറഞ്ഞു, നീ പോയി ചോദിയില്ലേ? അതൊക്കെ അവര് തിരിച്ചു ചോദിച്ചു വേണം. പക്ഷെ അവള് ലജ്ജിച്ചില്ല. അവൾ ഒരവസരം കിടത്താ, ഞാൻ നിങ്ങളോട് നിറഞ്ഞ പാത്രം ചോദിക്കുന്നില്ലല്ലോ, ഒഴിഞ്ഞ പാത്രം. അവളും അവളുടെ മക്കളും ഇങ്ങോട്ടാണ് പോന്നെ, ഒഴിഞ്ഞ പാത്രത്തിൽ. എവിടെ പോവാ? അയലക്കത്ത് പോവാ. പക്ഷെങ്കിൽ ഈ വിധവയുടെ ഹല്ലേലൂയ സ്തോത്രം, ഭക്തനായ മനുഷ്യനെ ദൈവലോകത്ത് മാറ്റിയത് എന്തിനാ? ഈ വിധവയെ ദൈവത്തിന് ഇവാഞ്ചലിസ്റ്റ് ആക്കാൻ വേണ്ടിയായി. സ്തോത്രം. നിന്റെ ഉള്ളിലുണ്ട് സകല പോരിന്റെ ആയുധങ്ങളും ദൈവം ഈ കപ്പലിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഏത് ശത്രു, ഏത് ടൈപ്പ് ഓഫ് ശത്രു, ക്ഷുദ്രപ്രയോഗം ചെയ്തവരായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ സ്തോത്രം, പൊളിറ്റീഷ്യൻസ് ആയിക്കൊള്ളട്ടെ, റിലീജിയസ് സ്പിരിറ്റ് ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ അന്ധകാരത്തിലെ പോരായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ അമ്പല ശക്തികളായിക്കൊള്ളട്ടെ, ഏത് നിന്റെ അതിലെ കടന്നു വന്നോട്ടെ, ഇഫ് യു ആർ എ സബ്മറൈൻ, നിന്റെ കരകളിൽ ദൈവം ആയുധം തന്നിട്ടുണ്ട്. നിന്റെ കാലിയായ കുടത്തിന്റെ അകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുടം ഉടച്ചാൽ മാത്രം മതി ശത്രുവിന്റെ തല തകർക്കുന്നതിനെ ദൈവം. That is the power of gospel. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സുവിശേഷത്തിന്റെ വിഷൻ കിട്ടിയിട്ട് അതിന്റെ ഹെസിറ്റേഷനെ, അതിന്റെ പ്രോബ്ലംസ് കണ്ട് നമ്മൾ പേടിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മീതെ ഏറിയ നാൾ കഴിഞ്ഞിട്ട് ഇത് മടക്കി കിട്ടും. നീ എല്ലാം പഠിച്ചിട്ട് സൂചന ദർശനം തന്നത് അവരുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ തെരഞ്ഞെടുത്തത് പഠിപ്പിച്ച് മിടുക്കിമാക്കാനല്ല. You should be a prophet for the nations. സ്തോത്രം. ജാതികൾക്ക് നിന്നെ ഞാൻ പ്രവാചകനാക്കിയുള്ള കാര്യം. അത് പറയരുത്, കർത്താവ് ഞാൻ പഠിച്ചിട്ടില്ല, കർത്താവ് ഇന്ന പാസ്പോർട്ട് PhD ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, ഹൗ ഐ ക്യാൻ സ്പീക്ക്, എനിക്ക് പ്രസംഗകരണ ഒന്നുമില്ല, ഹൗ ഐ ക്യാൻ. നോ. ദൈവത്തിന് ആവശ്യം വട്ടപൂജ്യങ്ങളെയാണ്. ആരാധനയ്ക്ക് ഇന്ന് ഉറങ്ങുന്നവനെ എന്റെ കർത്താവിന് ആവശ്യമാണ്. അവനായിരുന്നു പത്രോസ്. ഹല്ലേലൂയ. അതിലേക്ക് നമുക്ക് ആഫ്റ്റർനൂൺ ഞാൻ കടന്നു വരുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ് നമുക്ക് എപ്പോഴും വേണം.
ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചാലേ there is a no preaching song ഉണ്ട്. എവിടാന്ന് നിങ്ങൾക്ക് പറയാം? എന്താ what is a non preaching song? That is the guidance of Holy Spirit. ഒരാളെ കാണുമ്പോൾ സുവിശേഷം പറയേണ്ടെന്നല്ല, ബട്ട് പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ എന്തോ തരും? ഒരു ഇൻസ്പിറേഷൻ തരും. ആ ഇൻസ്പിറേഷൻ തരുമ്പോൾ അതാണ് നീ പറയുന്നത്, അതാണ് വെളിപ്പാട്. ദാറ്റ് ഈസ് കോൾഡ് റെവല്യൂഷൻ. വെളിപ്പാട് തരുന്നതാ. എങ്ങനെ, ഹൗ ഈസ് ദിസ് പേഴ്സൺ, വാട്ട് പ്രോബ്ലം ഹി ഈസ് ഫേസിങ്, വേർ ഈസ് ഹി ലാക്കിങ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, ഇതെല്ലാം ദൈവാത്മാവ് തരും. തരുമ്പോഴാണ് പൗലോസിനോട് ദൈവം പറയാണ്, പൗലോസ് സ്വന്തം തീരുമാനത്തോടെ ഏഷ്യയിൽ സുവിശേഷം പ്രസംഗിക്കും. ദൈവം എന്താ പറഞ്ഞു? ദിസ് ഇസ് എ നോൺ പ്രീച്ചിങ് സോൺ, ഡോണ്ട് പ്രീച്ച് ദെയർ. അപ്രകാരം അദ്ദേഹം ബിഥുനിയയിലേക്ക് പോയി. ദൈവം ബിഥുനിയയിൽ നിർത്തിയില്ല. ദൈവം എന്തോ ചെയ്തു? മാസഡോണിയയിലേക്ക് പോകുന്ന ഒരു ദർശനം കാണിച്ചു. എന്താ? ഒരു മാസഡോണിയക്കാരൻ രാത്രിയിൽ പൗലോസ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മാസഡോണിയക്കാരൻ വിളിച്ചു പറയാം, എന്തുവാ, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ആ ദർശനം കണ്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ട്? ഏഷ്യ ഈസ് നോട്ട് എ നോൺ പ്രീച്ചിങ് സോൺ, ബട്ട് ഏഷ്യക്കാരും അപ്പം ആവശ്യമുള്ളവർ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങോട്ട് വിട്ടത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, നമ്മുടെ വിഷൻ നമുക്ക് എപ്പോഴും വേണം. അതാണ് നമ്മുടെ പരിജ്ഞാനം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധമായി നമുക്ക് ഗൈഡൻസ് തരും. നമ്മുടെ ഉള്ളിൽ പറ്റുമ്പോൾ ഞാനങ്ങും കുഞ്ഞെ എഴുന്നേൽക്ക്, ജോലി കഴിഞ്ഞ് അലസനായിട്ട് കിടക്കല്ലേ, go to the camp, go to this particular person, go to that person, preach to him, share my gospel, pray for him. എത്ര പേരത് ചെയ്യുന്നുണ്ട് ഇന്ന് പകൽക്കാലം? എനിക്കറിയാം. വി ആർ ദി empty vessels. ഇന്ന് പകൽക്കാലം പരിശുദ്ധമോ നമ്മളെ അതിനകത്ത് നിറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. With the guidance of Holy Spirit, your visions will be materialized. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് നമ്മളെ അവിടത്തേക്ക് ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രസംഗം. ഏതാണ്? ദ റിവർ സൈഡ് ക്രൂസൈഡ് അല്ലേ? പൗലോസ് ദൈവത്തിന്റെ ദർശനം കിട്ടിപ്പോയി. ഇപ്പൊ മധ്യസ്ഥ പറഞ്ഞ ബിഥുനിയയിൽ ചെന്ന് അവിടെയും ഒത്തില്ല. പിന്നെ അങ്ങോട്ട് പോയി മാസിഡോണിയയിലേക്ക് പോയി. മക്കതോനിക്കാരനെ ഒരാൾ വിളിക്കുകയാണ്, കമോൺ, ഞങ്ങൾ 12 കാത്തിരിക്കാന്ന്. പൗലോസ് എന്തോ ഓർത്തു? there is a pulpit, there is a dias, big crusade. ഇതെല്ലാം കണ്ട് പൗലോസ് പോയപ്പോഴേ എങ്ങും പ്രസംഗിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവിടെ നിരാശനായില്ല. പൗലോസ് എന്തോ ചെയ്തു? പൗലോസ് ഒരു പുഴവക്കത്ത്, നിങ്ങൾ മനസ്സിലായി, പുഴവക്കൽ, ദ റിവർ സൈഡ് ക്രൂസൈഡ് ഈസ് ദിസ് ഈസ് ബ്ലെസ്ഡ് ക്രൂസൈഡ്. പുഴവക്കത്ത് പോയി പ്രസംഗിക്കാൻ പോയി. പൗലോസിന്റെ ഓഡിയൻസ് ആരാണെന്നറിയാമോ? Who is the preacher? Who is the preacher? Paul is the preacher. ആരാണ്? ലേഡീസ്. തുണി നനയ്ക്കാൻ വന്ന കുറച്ച് സ്ത്രീകളും കച്ചവടക്കാരും കുളിക്കാൻ വന്ന കുറച്ച് സ്ത്രീകളും അവിടെ ഉണ്ട്. നമ്മളാണ് എന്താ പറയുക, പെണ്ണുങ്ങൾ അതൊന്നും പറയുന്നെങ്കിൽ പോരെ. നോ, പൗലോസിനൊരു ഹെസിറ്റേഷനും ഇല്ല. പൗലോസ് സ്ത്രീകളോട് ദൈവത്തിന്റെ വചനം. നോ പുൾപിറ്റ്, നോ ഡയാസ്, നോ കോളർ ഫോൺ, നോ മൈക്രോഫോൺ, നത്തിങ്. പൗലോസ് അവരോട് പേഴ്സണൽ ഇവാഞ്ചലൈസേഷൻ തുടങ്ങി. പുഴവക്കത്തുള്ള കുറച്ച് സ്ത്രീകളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അതിലൊരു സ്ത്രീ ആരാ? പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളാ ലുദിയ. അവൾ കേട്ടോണ്ടിരുന്നു. ദൈവം തുറന്നു. അവളെന്തുമായിട്ട് മാറി? അവള് ഒരു സബ്മറൈനായിട്ട് മാറുകയാണ്. യൂറോപ്പിൽ മുഴുവനും ഇന്നത്തെ യൂറോപ്പിന്റെ സുവിശേഷീകരണത്തിന്റെ ആദ്യത്തെ വിത്ത് പുഴവക്കത്ത് വെച്ച് സുവിശേഷം കിട്ടുന്ന ലുദിയായ. യൂറോപ്പ് ഒരു ക്രിസ്ത്യൻ രാജ്യമായി തീരുവാൻ കാരണം തുയതേര പട്ടണക്കാരിയായ ലുദിയായുടെ സുവിശേഷീകരണമാണ്. എവിടെയാണ് വചനം കിട്ടിയത്? പുഴവക്കത്ത്. അവിടെ ചെല്ലുന്ന, അവിടെ സ്ത്രീകൾ, തുണിയലക്കാൻ വന്ന സ്ത്രീകളോട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് നേട്ടമുണ്ടത് എന്തുവാ? ദ ഹോൾ യൂറോപ്പ് റീജിയൻ. മനസ്സിലായോ? യൂറോപ്പ് ഭൂഖണ്ഡം മുഴുവനും സുവിശേഷീകരിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സഹോദരന്മാരെ, ആർ യു മോട്ടിവേറ്റഡ്? സേ ഹല്ലേലൂയ. നിന്റെ
കൂടെ ജോലി ചെയ്യുന്നവരോടായിരിക്കാം, നിന്റെ അടുത്തിരിക്കുന്നവരായിരിക്കാം. അതുപോലെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ഒരു ദിവസം ദാഹിച്ചു പോയപ്പോഴേ ഈ കർത്താവ് എന്തോ ചെയ്തു? ഒരു വെൽസൈഡ് ക്രൂസൈഡ് അല്ലേ? യാക്കോബിന്റെ കിണറിന്റെ അരികിൽ ഇരുന്ന് കർത്താവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വന്നു? അത് സ്ത്രീയാണ് അല്ലേ? ആ വലിയ ലേഡീസോട് ഒന്നുമല്ല, പക്ഷെ അവിടെ വന്ന ഒരു സ്ത്രീയാ. കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് അവളോട് ജീവജലത്തിന്റെ സുവിശേഷം പറഞ്ഞു. അവൾ എന്തോ ചെയ്തു? എന്തോ ചെയ്തു? കുടം എടുത്തോണ്ട് പോയില്ല, കുടം മറന്നിട്ട് ശമരിയ പട്ടണത്തിൽ ചെന്നു. കർത്താവ് യേശുക്രിസ്തു ശമരിയ പട്ടണം ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനോട് അവര് ശമരിയക്കാരനോട് അവര് പറയാം, ഇനി നീ പറഞ്ഞ സാക്ഷ്യം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രായമൊന്നും സുവിശേഷത്തിന്റെ, നിങ്ങളുടെ പശ്ചാത്തലം സുവിശേഷത്തിന് തടസ്സമല്ല. ശബരിയാക്കാര സ്ത്രീ ഓർത്തളിയോ ഞങ്ങളുടെ വളരെ എല്ലാവർക്കും അറിയാം. ഇന്നലെ അവർ കണ്ടാ ഞാൻ വേറൊരുത്തിന്റെ കൂടെ പോകുന്നത്, കഴിഞ്ഞ ആഴ്ച അവർ കണ്ടാ ഞാൻ മറ്റൊരുത്തിന്റെ കൂടെ പോകുന്നത്. പക്ഷെ ഈ സുവിശേഷം ഉള്ളത് ജീവജലം അവളിലേക്ക് ചെന്നപ്പോൾ ആ ജീവജലം അവളെ ശുദ്ധീകരിച്ചു, അവളെ മ്ലേച്ഛ ജീവിതം മാറ്റിമറിച്ചു. അവിടെ പോയിടത്തൊന്നും ആരും ചോദിച്ചില്ല. സ്തോത്രം. That is the power of gospel. സ്തോത്രം. ശിംശോന്റെ കരങ്ങളിൽ കിട്ടിയത് 150 കുറുക്കന്മാരാ, 150 ടീമുകളാ. അവരെ കൊണ്ട് ഒരു പട്ടണത്തെ മുഴുവനും സുവിശേഷീകരിപ്പാൻ ശിംശോന് കഴിഞ്ഞു. ഗിദെയോന് കിട്ടിയത് 300 പേരെയാ, നോട്ട് 30,000. അവരെ കൊണ്ട് ഒരു വലിയ വേല ചെയ്യാൻ ഗിദെയോന് കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയത് പുഴവക്കത്തെ ചില പെണ്ണുങ്ങളെയാ. കർത്താവായ യേശുക്രിസ്തുവിന് കിട്ടിയത് മ്ലേച്ഛയായ ഒരു ശമരിയക്കാരിയെ കിട്ടിയത്. ശമരിയക്കാരിയുടെ ബലമോ ബലക്കുറവല്ല. മറ്റേതിനേക്കാളും ശക്തമായിട്ട് വ്യാപരിക്കുന്ന ഗോസ്പൽ. സുവിശേഷം പറഞ്ഞ വ്യക്തി അത് ഉൾക്കൊണ്ടില്ലെങ്കിലും കൈക്കൊണ്ടില്ലെങ്കിലും അതിന്റെ ശക്തി നീ പറഞ്ഞവരോട് ആയിരിക്കത്തില്ല, നീ പറഞ്ഞതിൽ ഒരു വാക്ക് കേട്ടവരെ ചിലപ്പോൾ വ്യാപരിക്കും. നാളെ ഈ വ്യക്തി രക്ഷിക്കപ്പെട്ടില്ലെങ്കിലോ ഈ വ്യക്തിയോട് പറഞ്ഞ സുവിശേഷം മുഖാന്തരം അവന്റെ തലമുറ നാളെ രക്ഷിക്കപ്പെട്ടില്ല. നിന്റെ അപ്പത്തെ കഴിഞ്ഞിട്ട് നിലനിൽക്കുന്ന വിത്താണ്, കെട്ടുപോകാത്ത ബീജമാണ് സുവിശേഷം. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മക്കളെ, ലുദിയ കർത്താവിനെ കണ്ടുമുട്ടി. ആദ്യത്തെ അത്ഭുതമാണ് പൗലോസ് പുഴവക്കിൽ ചെയ്ത്. രണ്ടാമത് ആരാ കാണുന്നത്? തൊട്ടടുത്ത ഭാഗത്ത് ആരുണ്ട്? വെളിച്ചപ്പാടത്തി യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവളാണ് രണ്ടാമത്തെ കഥാപാത്രം. ആദ്യത്തെ കഥാപാത്രം സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള സമ്പന്നയായ വനിതയായ ലിദിയ ആണെങ്കിൽ, രണ്ടാമത്തെ കഥാപാത്രം സമൂഹത്തിന്റെ ഏറ്റവും ബോട്ടം ലെവലിൽ കിടക്കുന്ന മ്ലേച്ഛ സംസ്കാരത്തിന്റെ അടിമയായ ഒരു വെളിച്ചപ്പാടത്തി. അവളെന്തോ ചെയ്തു? യേശുവിനെ കണ്ടുമുട്ടി. പുഴക്കരയിലെ പ്രസംഗം ഇതൊക്കെ അതിന് വിത്ത ഈ സുവിശേഷം എങ്ങനെ പ്രചരിക്കുന്നത്. ഹല്ലേലൂയ. വെളിച്ചപ്പാടത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ പൗലോസിനെ ഇവർ പിടിച്ച് എന്തോ ചെയ്തു? ജയിലിൽ കൊണ്ടിട്ട് അടിച്ച് പുറം പൊളിച്ചു, ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ കൊണ്ടിട്ടപ്പോ പൗലോസ് ആരോട് സുവിശേഷം പറയാൻ തുടങ്ങി? ജയിലിലുള്ള സകല എണ്ണത്തോടെ സുവിശേഷം. രാത്രി പൗലോസിന്റെ ജയിലാസം സുവിശേഷീകരണം എല്ലാം കഴിഞ്ഞിട്ട്, ജയിലിനകത്താ സുവിശേഷീകരണം എല്ലാം കഴിഞ്ഞിട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടപ്പോ എന്തോ ചെയ്തു? സുവിശേഷത്തിന്റെ ശക്തിയാ, ആരാധനയുടെ ശക്തിയേക്കാൾ ഉപരി സുവിശേഷത്തിന്റെ ശക്തിയാണ്. കാരകത്തിന്റെ അടിസ്ഥാനം കുലുങ്ങാൻ തുടങ്ങി. സ്തോത്രം. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ചങ്ങല അടിഞ്ഞു വീണു. ജയിൽ സൂപ്രണ്ടന്റ് എന്തോ ചെയ്തു? സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. കാര്യം എന്തോ? കാരാഗ്രഹം തുറന്നു കിടക്കുന്നു, താക്കോൽ എന്റെ കയ്യിലുണ്ട്. കാരാഗ്രഹം തുറന്നു കിടക്കുന്നു, താക്കോൽ എന്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് പുള്ളി സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. പൗലോസ് എന്താ പറഞ്ഞു? ദോഷം ചെയ്യരുത്. എടുത്ത വായില് ഈ ജയിൽ സൂപ്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇവൻ ആരോടെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ? ഇവനോട് അനേകർ ചോദിച്ചിട്ടുണ്ട്, യജമാനെ ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ എന്തോ ചെയ്യേണ്ടിയെന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇതിനകത്ത് വിട്ടുപോയി. സ്തോത്രം അല്ലേ? അന്ന് വരെ സകല കുറ്റവാളി ചോദിച്ചിട്ടുണ്ട്, യജമാനെ രക്ഷപ്പെടാൻ എന്തോ മാർഗം എന്ന് പറഞ്ഞതാ. ഇപ്പൊ സെയിം ടെർമിനോളജി അവൻ ആരോട് പറയുന്നു? പൗലോസിനോട് പറയുക, രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം. അന്ന് രാത്രിയിൽ ജയിൽ സൂപ്രണ്ടന്റും
അദ്ദേഹത്തിന്റെ കുടുംബവും കർത്താവിന്റെ സാക്ഷിയാണ്. പുഴവക്കത്തെ സുവിശേഷം നമ്പർ 1 ലുദിയ, പുഴവക്കത്തെ സുവിശേഷം നമ്പർ 2 വെളിച്ചപ്പാട്, പുഴവക്കത്തെ സുവിശേഷം നമ്പർ 3 കാരാഗ്രഹ പ്രമാണി കുടുംബം. ദേശം മുഴുവനും സുവിശേഷമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഒരു ചെറിയ ഇമ്പാക്റ്റ് ആയിരിക്കാം, പക്ഷെങ്കില് ദൈവം അതിലൂടെ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ഒരു വലിയ ഡിഫറൻസ് ആഗ്രഹിക്കുന്നു.